യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് കണ്ണുകൾ തിരിക്കാം. അതിനു മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ മധ്യത്തിലുള്ള നമ്മുടെ കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവെ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവെ. ആകാശത്തെയും ഭൂമിയും എല്ലാം വാക്കിനാൽ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ, ഞങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവെ, മുതിർന്നവർ മുതൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾ വരെ എല്ലാവരെയും കർത്താവെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. ഞങ്ങൾ അവിടുത്തെ വെളിച്ചത്തിലേക്ക് വരുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ മേഖലകളും ഞങ്ങൾ അവിടത്തേക്കായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുന്നു. കർത്താവെ, തുറന്നു തരുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും അളവില്ലാതെ നിറയ്ക്കണം. കർത്താവെ, ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവ് ഏറ്റവും പ്രയോജനമുള്ള കാര്യമാക്കി അവിടുന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ നിത്യതയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ള കാര്യമാക്കി തീർക്കണം. അവിടുത്തെ ശബ്ദം തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. കർത്താവെ, അങ്ങേ ഞങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ കർത്താവെ എന്ത് പ്രയോജനം? അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം, അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മളത് വർഷങ്ങളായിട്ട് ചിന്തിച്ച് അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ട്രെയിൻ അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക്, അതിന്റെ ലാസ്റ്റ് സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ 21-ാം അധ്യായത്തിന്റെ അതിന്റെ 17 വരെയുള്ള 15-17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 17 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചായിരുന്നു. പിന്നെ നമുക്ക് അതിന്റെ ആ കോണ്ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ അറിയാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് 40ഓളം ദിവസങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. 40ഓളം ദിവസങ്ങൾ, എക്സാക്ട്ലി പറയുവാണെങ്കിൽ 37 ദിവസം എന്ന് പറയേണ്ടി വരും. എന്നുവെച്ചാൽ പെസഹ കഴിഞ്ഞിട്ട് 50ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാളില്. അപ്പം 10 ദിവസം അവര് കാത്തിരുന്നു. അപ്പം പെസഹ കഴിഞ്ഞിട്ട് 3-ാം നാളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പിന്നെ 37 ദിവസം കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ കർത്താവ് 40ാമത്തെ ദിവസം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പിന്നെ ഒരു 10 ദിവസം അവർ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്നു. അങ്ങനെ ആ 10ാം ദിവസം, അങ്ങനെ അത് പെസഹ കഴിഞ്ഞിട്ടുള്ള 50ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസമാണ് എന്ത് സംഭവിച്ചേ? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. അപ്പൊ അതാ 40ഓളം ദിവസം എന്ന് വചനം എപ്പോഴും എക്സാക്റ്റ് 40 ദിവസം എന്ന് പറയത്തില്ല, 40ഓളം ദിവസം എന്ന് അവിടെ അപ്പോസ്തലത്തിൽ 1-ാം അധ്യായം നമ്മൾ ഇവിടുന്ന് ഒരു പേജ് മറിച്ച് അതിന്റെ അപ്പോസ്തലത്തിൽ 1-ാം അധ്യായത്തിന്റെ അതിന്റെ 30ാമത്തെ വാക്യത്തിൽ 40 നാളോളം, 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലത്തിൽ 1-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് 40 ഡേയ്സ്, 30 നാളോളം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നു. അപ്പൊ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് കർത്താവ് പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇത് എത്രാമത്തെ തവണ പ്രത്യക്ഷനായ കാര്യമാണ് നമ്മൾ ഈ 21-ാം അധ്യായത്തിൽ കണ്ടേ? 3ാമത് പ്രത്യക്ഷനായ കാര്യമാണ് 21-ാം അധ്യായത്തിൽ കണ്ടതെന്ന് നമ്മൾ അതിന്റെ 14ാമത്തെ വാക്യത്തിൽ വായിച്ച്. 21-ന്റെ 14 നമ്മൾ എന്താ വായിക്കുന്നത്? യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പൊ 3-ാം തവണ പ്രത്യക്ഷനാവുന്ന കാര്യം കാണുന്നു. അപ്പൊ ആദ്യത്തെ 2 തവണ പ്രത്യക്ഷനായ കാര്യം 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. അതായത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ വൈകുന്നേരം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടെ പ്രത്യക്ഷനാവുന്നു. ആ സമയത്ത് അവര് എത്ര ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു? 10 ശിഷ്യന്മാരുണ്ടായിരുന്നു. യൂദാസ് ഇസ്കര്യോത്ത് അതിനകം തന്നെ ആത്മഹത്യ ചെയ്തു. പിന്നെ തോമസ് ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്ന സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ തോമസിനായിട്ട് കർത്താവ് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊക്കെ യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ എവിടെ നമ്മൾ വായിച്ചേ? അതിന്റെ 24 മുതലുള്ള വാക്യങ്ങളിലൊക്കെ തോമസിന് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. തോമസിന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് വെച്ചാൽ തോമസ് ആണ് AD 52. മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 52 അക്ഷരങ്ങളുണ്ട്. അപ്പൊ AD 52 തോമസ് ഇങ്ങനെ അതും ഇതുമായിട്ട് ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആശാൻ ഒന്ന് വിളിച്ചാൽ ശിഷ്യൻ 52 വിളിക്കുന്ന ശിഷ്യൻ എന്ന് പറയുമ്പോൾ 52 അക്ഷരങ്ങളാണ് മലയാളത്തിലുള്ള. അപ്പൊ 52 AD തോമസ് കേരളക്കരയിൽ വന്നതായിട്ടാണ് ചരിത്രം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ ആ തോമസിന് വലിയ വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടറിഞ്ഞ കർത്താവിനെ സാക്ഷിക്കാനായിട്ടുള്ള ഒരു ധൈര്യത്തോടെ ആ തോമസ് വന്ന് ഇവിടെ സുവിശേഷം പറഞ്ഞിട്ട് വേണം ഈ കേരളക്കരയിലും പിന്നെ ഈ സൗത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലും ഒക്കെ കർത്താവിന്റെ സുവിശേഷം അന്നേ പരക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കേരളക്കരയിലെ ആ സുവിശേഷത്തിന്റെ, നമ്മുടെ നാട്ടിലേക്ക് സുവിശേഷത്തിന്റെ ആ ഒരു ജ്വാല അന്നേ ആ ആദ്യ നൂറ്റാണ്ടിലേ എത്താൻ വേണ്ടി കർത്താവ് പ്രത്യേകമായിട്ട് തോമസിന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊക്കെയാണ് നമ്മളവിടെ
24-ാമത്തെ വാക്യം മുതൽ 20-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചത് അല്ലേ. അതിനുശേഷം പിന്നെ 21-ാം അധ്യായത്തിലെ 3-ാമത്തെ തവണ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ശിഷ്യന്മാര് അവരങ്ങ് ഓൾമോസ്റ്റ് കർത്താവ് വന്ന് പരിശുദ്ധാത്മാവിനേക്ക് ഊതി ആ സമയത്ത് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഈ കാറ്റെല്ലാം വീർപ്പിച്ചിട്ട് ഒരു സൂചിയിട്ട് കുത്തുന്ന പോലെ കുറച്ച് ഷൂ എന്ന് പറഞ്ഞ് ആ സന്തോഷം കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. അപ്പൊ അവര് വളരെ ഉത്സാഹത്തോടെ എന്ത് ചെയ്തു, ഇങ്ങനെ സന്തോഷം കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ അവര് വളരെ വിഷാദത്തോടെ, ഉത്സാഹത്തോടല്ല, വിഷാദത്തോടെ അവര് എന്താണ് പറയുക, മീൻ പിടിക്കാൻ വേണ്ടി പോയ കാര്യമൊക്കെ അവിടെ 7 ശിഷ്യന്മാര്, പത്രോസും നമ്മള് എല്ലാം കൂടെ ഒരു 7 ശിഷ്യന്മാരുടെ കാര്യം വായിക്കുന്നുണ്ട്. 5 പേരുടെ പേരും 2 പേരെന്നും വായിക്കുന്നുണ്ട്. അങ്ങനെ 7 ശിഷ്യന്മാര് അവര് മീൻ പിടിക്കാൻ പോകുന്ന സമയം മീൻ പിടിക്കാൻ വേണ്ടി പോയി. അവർക്ക് പക്ഷെ ഒന്നും കിട്ടിയില്ല. അവരെ കൊണ്ട് കർത്താവിനെ ഇപ്പൊ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇതെങ്കിലും ചെയ്യാൻ അറിയാമെന്നുള്ളൊരു ആ ഒരു ധാരണയിൽ അവരങ്ങ് പോയി. പക്ഷെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന കർത്താവ് പറഞ്ഞേ. എവിടാ പറഞ്ഞേ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില്, അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. അപ്പൊ ആ ഒരു പാഠമാ നമ്മള് പലപ്പോഴും സാഗ്ബോധന നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും ആ ഒരു പാഠം, കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് പല കാര്യങ്ങളും, പല അത്ഭുതങ്ങളും ഒക്കെയും അവരുടെ ജീവിതത്തില് എല്ലാം ആ ഒരു പാഠം പഠിക്കാനാണ്. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പഠിപ്പിക്കാൻ പ്രയാസമുള്ള ഒരു പാഠം അത് തന്നെ. വെച്ചാൽ നമ്മളുടെ ആ ഒരു സ്വയശക്തി നമുക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ തിരുക്കാട്ടുപള്ളി കോൺഫറൻസ് ഇപ്പൊ അവിടെ തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ അവര് എന്താ തീമായിട്ട് സഹോദരങ്ങൾ എഴുതിയേക്കുന്നേ? നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്, ഞാനല്ല ക്രിസ്തു അത്രേ. അപ്പം ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ഞാൻ ജീവിക്കാനുള്ള ഒരു പ്രവണതയാണ് നമുക്ക് എപ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പോ ഞാൻ തന്നെ പല കാര്യങ്ങൾ അങ്ങ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യതയുള്ളൊരു ജഡത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ അവിടെ നമ്മെ തന്നെ താഴ്ത്തി, കർത്താവേ എന്നെ കൊണ്ട് യഥാർത്ഥത്തിൽ ഒന്നും നിത്യതയ്ക്ക് പ്രയോജനമുള്ള ഒന്നും എന്നെ കൊണ്ട്, നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ നമുക്കുമായിരിക്കും. അവര് ഇങ്ങനെ പലയിടത്ത് അവിടെ വീശുന്നു, ഇവിടെ വീശുന്നു, അവിടെ വീശുന്നു, ഇവിടെ വീശുന്നു, ഒന്നും കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. വലിയ കാര്യത്തിൽ വലിയ ആർപ്പോടെ വലിയ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവര് വലിയ വീശുന്നത്. അതുകൊണ്ട് വലിയ കാര്യത്തിൽ പിടിച്ചു കഴിയുമ്പോൾ എല്ലാം വലയും കുടിഞ്ഞു വരും, ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് കോമനുള്ള വലിയ കാര്യങ്ങളൊക്കെ കർത്താവിനെ കൂടാതെ ചെയ്യും. പക്ഷെ അവസാനം എല്ലാം ഒരു ഓട്ടക്കലത്തിൽ വെള്ളം ഒഴിക്കുന്നവണൊക്കെ ഇരിക്കും. നമ്മള് ഹഗായിയുടെ പ്രവചനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് പിന്മാറിയിട്ട് അവര് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി. നമ്മുടെ ജീവിതത്തിലും ഹഗായിയുടെ പ്രവചനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അങ്ങനൊരു പ്രവചനമൊക്കെ ഉള്ളതായിട്ടുള്ള നമ്മുടെ മൈനർ പ്രോഫിറ്റ്സ് ആണ് വളരെ ഏറ്റവും നെഗ്ലക്റ്റഡ് ബുക്സ് എന്ന് ബൈബിളിന് പലപ്പോഴും പറയും ഇല്ല. എന്ന് വെച്ചാല് ചില സവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് മരിക്കുന്നതിന് മുമ്പേ ബൈബിൾ മൊത്തം കൊണ്ട് വായിച്ചിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹഗായി വന്ന് ചോദിക്കും, നീ എന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്? ഹഗായിയോ? അങ്ങനെ ഒരു പുസ്തകം, അങ്ങനെ ആളുണ്ടായിരുന്നു ബൈബിളിൽ. ഞാൻ മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചപ്പോ അത് ഹെസ്കേലി ഐസായൊക്കെ കിട്ടി. പക്ഷെ ഹഗായിയും നാഹൂമിനെ ഉപദ്രവൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ നാണക്കേടാവും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മളെ വായിക്കണം. നമ്മളിവിടെ ഹഗായിയുടെ പുസ്തകം ഏതായാലും കണ്ടുപിടിച്ചു. അവിടെ നമ്മുടെ സഖര്യാവിന്റെ മുമ്പായിട്ട്, അതായത് മലാഖിക്ക് മുമ്പായിട്ട് സഖര്യാവിന് മുമ്പായിട്ട് ഹഗായി സഖര്യാവുമാണ് ഒരുമിച്ച് ഏകദേശം ബാക്കി പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഒന്നൊന്നായിട്ട് പല പല കാലഘട്ടങ്ങളിൽ 1 by 1 ആയിട്ടാണ് പ്രവചിച്ചിട്ടുള്ളതെങ്കിൽ പുതിയ നിയമത്തിന്റെ പുതിയ ഉടമ്പടിയുടെ ഒരു മുൻരുചി എന്ന വണ്ണം പഴയ നിയമത്തിലെ അവസാന പ്രവാചകന്മാരിൽ ഒരാളായിട്ടുള്ള 2 പേരായിട്ടുള്ള ഈ ഹഗായിയും സഖര്യാവും ഒരേ സമയത്ത് തന്നെ കോണ്ടംപററി ആയിട്ട്, ഒരേ സമകാലിക പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമകാലികന്മാരായിട്ട് അവര് പ്രവചിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ ഹഗായിയെ കുറിച്ചും സഖര്യായെ കുറിച്ചും വായിക്കുന്നു. ഇപ്പൊ ഹഗായിയുടെ പുസ്തകത്തില് അതിന്റെ 1-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. നമ്മളുടെ വഴികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ 6-ാമത്തെ വാക്യത്തിൽ അതാ പറയുന്നത്. എന്താ? ഹഗായി 1-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വളരെ വിതച്ചു, ഒരുപാട് അധ്വാനിച്ചു, വളരെ വിതയ്ക്കുന്നു, അവിടെ പോയി വിതയ്ക്കുന്നു, ഇവിടെ പോയി വിതയ്ക്കുന്നു, അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, എല്ലാ അവസാനം ഫ്രൂട്ട് ഒന്നുമില്ല, നിത്യതയ്ക്ക് ഉതകുന്ന കാര്യത്തിലുള്ള ഫലമൊന്നുമില്ല, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നുമില്ല. നിങ്ങൾ ഭക്ഷിച്ചിട്ട്, നിങ്ങൾ ഭക്ഷിച്ചിട്ടും നിങ്ങൾ ഭക്ഷിക്കുന്നു, പക്ഷെ ഒരു തൃപ്തിയില്ല. യു ഈറ്റ് ബട്ട് ദർ ഇസ് നോട്ട് ഇനഫ് ടു ബി സാറ്റിസ്ഫൈഡ്. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും കുളിര് ആയിക്കൊണ്ടിരിക്കുക.
കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. കൂലിയൊക്കെ വലിയ ഭദ്രമായിട്ട് ഇട്ടു സഞ്ചിക്കകത്തോട്ട്. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ സഞ്ചിക്കകത്ത് ഒന്നുമില്ല, എന്തോ സഞ്ചിക്കകത്ത് വലിയൊരു ഓട്ടം ഉണ്ടായത്, അത് എവിടെയോ താഴെ വീണു പോയി എന്ന് പറയുന്നത് പോലെ നമ്മൾ വലിയ കാര്യത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്നാൽ അതിൻ്റെതായ ഒരു നമ്മൾ വലിയ സ്വയത്തിലുള്ള പല കഠിനാധ്വാനവും വലിയ കാര്യങ്ങളൊക്കെ, പക്ഷെ അതിൻ്റെതായ നിത്യതയ്ക്ക് പ്രയോജനമായിട്ടുള്ള ദൈവത്തിന്റെ ഒരു ആശീർവാദം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉള്ള രീതിയിലുള്ള ഒരു ഫ്രൂട്ട് മറ്റുള്ളവർക്ക് ഒരു ആത്മീയമായിട്ട് നിത്യതയ്ക്ക് പ്രയോജനമായിട്ടുള്ള ഒരു നമ്മളുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും പ്രയോജനമുള്ള ആ ഒരു ഫലം കിട്ടാത്ത രീതിയിലൊക്കെ ആയി പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ വരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിപ്പിന്, പിന്നെയും അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ. നിങ്ങൾ ഏത് വഴിയിലൂടെ പോകുന്നേ? വീതിയുള്ള വിശാലമായ വഴിയിലൂടെ അടിപ്പാടി പോവുകയാണോ, അതോ ഇടുക്കവും ഞെരുക്കവും ഉള്ള ക്രൂശിന്റെ പാത, ആ ജീവനിലേക്കുള്ള പാതയിൽ കൂടാണോ നിങ്ങൾ പോകുന്നത്? അത് കഴിഞ്ഞിട്ട് കൺസിഡർ യുവർ വേസ്, ഗോ അപ് ടു ദ മൗണ്ടൻസ്. നിങ്ങൾ എങ്ങോട്ട് പോകണം? മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിയുവിൻ. അവിടെ ഗോ അപ് ടു ദ മൗണ്ടൻസ്. നമ്മള് പ്രാർത്ഥനയില് അത് കർത്താവ് മലമേൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മലമേൽ ചെന്ന് നിങ്ങൾ ആ ഒരു പ്രാർത്ഥനയിൽ ജാഗരിക്കുവിൻ, നിങ്ങളുടെ വഴികൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുവിൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ആ സഖരിയാവ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുന്നിലത്തേതിനെക്കാട്ടിലും വലുതായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകിയെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇതുപോലെ കർത്താവിന്റെ മുമ്പാകെ നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ സ്വന്തം വഴികളിൽ നിന്നെല്ലാം മാനസാന്തരപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ആ ഒരു കർത്താവിന്റെ തേജസ് മഹത്വം ഒക്കെ നമുക്ക് ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതിലും വലിയൊരു തേജസ്സായിരിക്കും. അത് പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടെയാണ്. പഴയ ഉടമ്പടിയെക്കാട്ടി വലിയൊരു തേജസ്സായിരിക്കും പുതിയ ഉടമ്പടിയിൽ ദൈവസഭയ്ക്ക് എന്നുള്ള ഒരു കാര്യം. എന്നാൽ നമ്മളുടെ ജീവിതത്തിലും അത് അന്വർത്ഥമാണ്. നമ്മളുടെ വഴികളെ വിചാരിച്ച് നമ്മെ തന്നെ ദൈവമുമ്പാകെ വിധിച്ച് കർത്താവിന് മുമ്പാകെ നമ്മൾ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ പിന്നലത്തേതിലെ മഹത്വം വലുതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് യോഹന്നാൻ 21 നമ്മൾ തിരിച്ചു വരുമ്പം ശിഷ്യന്മാരെ അവരുടെ സ്വയശക്തിയിലൊക്കെ അതിന് നെല്ലിപ്പലക നെല്ലിപ്പലക എന്ന് പറഞ്ഞാൽ അതിന്റെ റോക്ക് ബോട്ടം, അതിന്റെ ഏറ്റവും അടുത്തിട്ട് കാണാൻ കർത്താവിനെ പിരിഞ്ഞ് എനിക്കൊന്നും പറ്റത്തില്ല. എനിക്കിപ്പം എക്സാമിന് പഠിക്കാനാണെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനാണെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാനാണെങ്കിലോ, എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യാനാണെങ്കിലോ, വീട്ടു ജോലി ചെയ്യാനാണെങ്കിലോ, അല്ലെങ്കിൽ പാടത്തും പറമ്പത്തും ആണെങ്കിലോ, അല്ലെങ്കിൽ എന്റെ വേറെ എന്ത് കാര്യങ്ങളിലും കർത്താവ് എനിക്ക് അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യാനൊക്കെയില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക്, ആ ഒരു 0 പോയിന്റിലേക്ക്, ആ ഒരു 0-ത്തിലേക്ക് വരുവാൻ വേണ്ടിയാ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുവദിക്കുമ്പോൾ ഈ കർത്താവ് ഇത്രയും നാല് ഞാൻ വല വീശിയിട്ടൊന്നും കിട്ടുന്നില്ല, അവിടെ വീശിയിട്ട് കിട്ടുന്നില്ല, ഇവിടെ വീശിയിട്ട് കിട്ടുന്നില്ല, ഈ കർത്താവ് എന്നോട് എത്ര ക്രൂരനായിട്ട് പെരുമാറുന്നേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ കർത്താവ് അത് നമ്മളെ പഠിപ്പിക്കുക. കർത്താവ് നീ എങ്കിലേക്ക് തിരിഞ്ഞു വരിക എന്നുള്ള ആ ഒരു കർത്താവിലേക്ക് മനസാന്തരപ്പെട്ട് വരാനുള്ള ഒരു ആഹ്വാനമായിട്ട്, ആ ഒരു സ്നേഹത്തിന്റെ പിൻവിളിയായിട്ട് നമ്മൾ എടുത്ത് കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മള് കർത്താവിന്റെ വാക്കിനാല് ഒരു വാക്കനുസരിച്ച് ഒരു വല ഇറക്കിയാൽ മതി. അപ്പോഴത്തേക്കും പിന്നെ 153 ലാർജ് ഫിഷ്, വലിയ ഫിഷ് കിട്ടും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ താഴെ നമ്മൾ വായിക്കുന്നത്. അത് ലോകപ്രകാരമുള്ള അനുഗ്രഹം ആയിരിക്കണമെന്നില്ല എപ്പോഴും, പക്ഷെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച വേണ്ടുന്നതെല്ലാം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് സമൃദ്ധിയായിട്ട് തരും എന്നുള്ളത് നമ്മളുടെ അത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരുടെയും സാക്ഷ്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട. ആരെയാ? നമ്മുടെ പത്രോസ് അച്ചായനെ. ചില പത്രോസിനായിരുന്നു പത്രോസ് അവരെല്ലാം കൂടെ നയിച്ചുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോയത്. എന്നാൽ പത്രോസിനായിരുന്നു വലിയ ഒരു എന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം എന്നൊക്കെ അവിടെ മർക്കോസ് 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. പുനരുദ്ധാനം ചെയ്തതിനു ശേഷം കർത്താവ് സഹോദരിമാരോട് ചെന്ന് പറയുമ്പം, ശിഷ്യന്മാരോട് പറയണമെന്ന് പറഞ്ഞാൽ പത്രോസ് വരും, ഞാൻ ഇനി ശിഷ്യനൊന്നും ആയിരിക്കത്തില്ല, ഞാൻ ആ കാറ്റഗറിയിൽ നിന്നൊക്കെ എന്റെ പേരൊക്കെ എന്നെ വെട്ടിക്കാണുമായിരിക്കും, ഞാൻ എന്നെ തള്ളി പറയുന്നവനെ പിതാവ് അവിടെ മാലാഖമാരുടെ ദൂതന്മാരുടെ ഒക്കെ മുമ്പ് വെച്ച് തള്ളി പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ തള്ളി പറഞ്ഞ് പേരൊക്കെ വെട്ടി ക്യാൻസൽ, ഡിസ്ക്വാളിഫൈഡ് എന്നൊക്കെയുള്ള സീലൊക്കെ അടിച്ചു തന്നു കാണുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോടും പറയണം, പത്രോസിനോടും പറയണമെന്ന് പ്രത്യേകമൊക്കെ എടുത്തൊക്കെ പറഞ്ഞ് പത്രോസിന് ആ ഒരു ഉത്സാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പത്രോസിന് വേണ്ടി കർത്താവ് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 20 ആ വാക്യം നമ്മൾ വായിച്ചല്ലോ. ലൂക്കോസ് 23-ലല്ലേ, അത് 24-ലാണോ? ഞാനൊന്ന് നോക്കിക്കോട്ടെ. നമുക്ക് ഒന്നുകൂടെ ആ വാക്യം, കർത്താവ് പത്രോസിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ 1 കൊരിന്ത്യരിൽ വായിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ലൂക്കോസ് 24-ലാണ്. ലൂക്കോസ് 24-ന്റെ
അതിന്റെ 33 വാക്യമാണോ അവിടെ പത്രോസിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്? നോക്കട്ടെ. ആദ്യം സീമോന് വേണ്ടിയും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു വാക്യം എവിടെയായിരുന്നു? നമ്മള് 34 അതെ, വെരി ഗുഡ്. ഓക്കെ, 24 ലൂക്കോസ് 24 34 വാക്യത്തില് കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് സീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടപ്പം 11 പേർക്ക് പ്രത്യക്ഷമാവുന്നതിന് മുമ്പ് സീമോന് പ്രത്യേകമായിട്ട് പ്രത്യക്ഷനായ ഒരു കർത്താവ്. അതേ കാര്യം തന്നെ നമ്മൾ 1 കൊരിന്ത്യർ 15:5 വായിക്കുന്നുണ്ട്. കേഫാവിന് പ്രത്യക്ഷനായി. കേഫ എന്ന് പറഞ്ഞാൽ സീമോന്റെ പേര്, സീമോൻ പത്രോസിന്റെ പേരാണ് കേഫ എന്നുള്ളൊരു കാര്യം. കേഫ എന്ന് പറഞ്ഞാല് കേഫാവ് എന്ന് പറഞ്ഞാൽ യോഹന്ന 1:42 നീ സീമോനാകുന്നു. അവിടെ യോഹന്ന 1:42 നമ്മൾ വരുവാണെങ്കിൽ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവനെ നോക്കി നീ യോഹന്നാന്റെ പുത്രനായ സീമോൻ. ഇപ്പം നമ്മൾ വായിക്കുന്ന പോർഷനിലും യോഹന്നാന്റെ പുത്രനായ സീമോനെ എന്ന് പറഞ്ഞ കർത്താവ് വിളിക്കുന്നത്. അതാ ഇവിടെ നമ്മൾ യോഹന്ന 1:42 നീ യോഹന്നാന്റെ പുത്രനായ സീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറയുന്നു. അത് പത്രോസ് എന്നാകുന്നു. ആ കേഫ എന്നുള്ള വാക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത വാക്ക്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് പത്രോസ് എന്നാണ് ആ വാക്ക്. അത് ചെറിയൊരു പാറക്കല്ല് എന്നാണ് ആ വാക്കിന് അർത്ഥം. പെട്രോസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാറക്കഷ്ണം എന്നുള്ള അർത്ഥം. പെട്ര എന്ന് പറഞ്ഞാൽ വലിയ പാറ. ആ വലിയ പാറമേൽ കർത്താവ് സഭയെ പണി, ചെറിയ പാറക്കല്ല നീ എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ നമുക്ക് മത്തായി 16 അധ്യായത്തിൽ നിന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം കർത്താവ് പത്രോസിന് വേണ്ടി പ്രത്യേകം പ്രത്യക്ഷപ്പെടുന്നു. പത്രോസിനെ പ്രത്യേകം അറിയിക്കണം എന്ന് പറയുന്നത് പത്രോസിന് വേണ്ടി പ്രത്യേകം പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ ശിഷ്യന്മാരെ എല്ലാവർക്കുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്ന് പത്രോസ് ഓടിച്ചെന്ന കർത്താവിനെ കരയിലേക്ക്, ആ കടലിൽ നിന്ന് അവര് അടുത്ത് വരുമ്പോൾ പത്രോസ് എല്ലാവരുടെയും മുമ്പേ ചെന്ന് കർത്താവിനെ ചെന്ന് എതിരേൽക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്ത് ചെയ്യുന്നു? പത്രോസിനോട് എത്ര തവണയാ ചോദിക്കുന്നേ? 3 തവണ ചോദിക്കുന്നു. 3 തവണ തള്ളി പറഞ്ഞ പത്രോസ്, അതും 3 തവണ അവിടെ ഒരു ചാർക്കോൾ ഫയറിന് മുമ്പായിട്ടാണ്, ഒരു കൽക്കരി തീക്ക് മുമ്പായിട്ടാണ് പത്രോസ് തള്ളി പറഞ്ഞെന്നൊക്കെ യോഹന്ന 18:18 നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ ഏതൊരവസ്ഥയിൽ നീ തള്ളി പറഞ്ഞോ അതേ ഒരു സാഹചര്യത്തിൽ വീണ്ടും എന്നെ ഏറ്റുപറയാനായിട്ട് നിനക്കൊരു അവസരമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏതൊരു മേഖലയിലൊക്കെ പരാജയപ്പെട്ടോ അതേ മേഖലയിൽ വീണ്ടും ജയിക്കാനായിട്ട് കർത്താവ് വീണ്ടും അവസരങ്ങൾ തരുന്ന ഒരു സ്നേഹനിധിയായ കർത്താവിനെ നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും ഒരിക്കലും ദൈവമേ എനിക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്ക് അങ്ങേ സാക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങേക്ക് വേണ്ടി നിലപാടെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്നവരാണെങ്കിൽ അതുപോലുള്ള ചിലപ്പോൾ അതേ സാഹചര്യം തന്നെ ചിലപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ കർത്താവ് വീണ്ടും നമുക്ക് തരും. അവിടെ നമുക്ക് ജയിക്കാനായിട്ട്, കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ടും, കർത്താവിനോട് ഒരു നിലപാടെടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ പ്രാതൽ കഴിഞ്ഞ ശേഷം നമ്മളിപ്പം കറണ്ട് ലൊക്കേഷൻ എവിടെ എത്തി? യോഹന്നാൻ 21 അധ്യായത്തിലെ 15 വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം, പ്രാതല് പകുതി ആയപ്പം ആയിരുന്നെങ്കിൽ പ്രാതല് ചിലപ്പം പത്രോസ് മുഴിപ്പിക്കത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പത്രോസിനോടുള്ള ആ ഒരു വലിയ കാരുണ്യത്തിലെ കർത്താവ് പ്രാതലൊക്കെ കഴിച്ച് നല്ല എമ്പൊക്കെ വിട്ട് അവന് തൃപ്തിയാവോളം കഴിച്ചു എന്നുള്ള കാര്യമൊക്കെ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഒരു പക്ഷെ കൈയും കൂടെ കഴുകിയതിനു ശേഷമായിരിക്കും വീണ്ടും കർത്താവ് അവർക്ക് വീണ്ടും വിളമ്പി കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എവിടെ കണ്ടേ? അതിന്റെ 13 വാക്യം. ആ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അവർക്ക് എന്താ കൈയും കാലും ഇല്ലേ? ഞാൻ അപ്പമൊക്കെ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് കഴിച്ചു. നമ്മുടെ സഹോദരിമാരായ ഭാര്യമാരായ സഹോദരിമാർ അങ്ങനൊന്നും പറയത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇങ്ങനെ ചില വീടുകളിലൊക്കെ എങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ കർത്താവ് ഇവിടെ ഞാൻ തന്തൂരി ഫിഷും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് കഴിച്ചു എന്നല്ല പറയുന്നത്. കർത്താവ് തന്നെ അതിന്റെ 13 യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്ത്, മീനും അങ്ങനെ തന്നെ മീനും എടുത്ത് കൊടുക്കുന്ന ആ ഒരു കർത്താവിന്റെ സ്നേഹം, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവ്. അത് കർത്താവിന്റെ സ്വഭാവമാണ്. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയത് എന്തോ ഷോ കാണിക്കാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് കർത്താവിന്റെ സ്വഭാവം അതായിരുന്നു. അവിടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആവശ്യം കാണുമ്പോൾ അവിടെ വേറെ ആരെയും കാത്തു നിൽക്കാതെ സ്വയമായിട്ട് കർത്താവ് തന്നെ താഴ്ത്തി ആ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അവിടെ ഈ കാര്യങ്ങളൊക്കെ ബാക്കി ഇവരെല്ലാം ക്ഷീണിച്ച് വന്നവരാണ്. അപ്പൊ ഇവർക്ക് ആ ഭക്ഷണം ഞാൻ എടുത്തു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ കർത്താവ് സ്നേഹത്തോടെ ആ അപ്പമൊക്കെ വീണ്ടും അവർക്ക് എടുത്തു കൊടുക്കുന്നു. ഒരുമിച്ചുള്ള ഒരു ഭക്ഷണമൊക്കെ എത്ര നമ്മള് മാസത്തിൽ ഒരിക്കലായാലും അല്ലെങ്കിൽ ഇവ നമ്മുടെ ആഴ്ചയിൽ നമ്മൾ സൺഡേ മീറ്റിങ്ങിനാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു കാര്യമാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം കൂട്ടായ്മ ആവുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച്
സന്തോഷിക്കുന്നു. ദൈവം തരുന്ന ദാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു. അതാ അങ്ങനെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം 14-ാമത്തെ വാക്യം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 15-ാമത്തെ വാക്യം അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് പറഞ്ഞ് പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഇന്നാള് തന്നെയാണ്, നീ തന്നെയാണ്. ഈ ടീച്ചർമാര് പേര് വിളിക്കുമ്പോൾ പിള്ളേര് പുറമോട്ട് തിരിച്ചു നോക്കുന്നതാണൊക്കെ അങ്ങനെയുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി കെയർ ഓഫ് സൺ ഓഫ് സവാൻസോ എന്നൊക്കെ പറഞ്ഞ് യോഹന്നാന്റെ മകനായ ശിമോൻ എന്നുള്ള ആ കാര്യം നമ്മൾ ഇപ്പൊ യോഹന്നാൻ 1:42 ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ പത്രോസിന്റെ അഡ്രസ്സ്. ഇപ്പൊ യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. അപ്പം പത്രോസിനോട് ഇങ്ങനെയൊക്കെ കർത്താവ് ചോദിക്കുന്നതിന്റെ വേറൊരു അതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാല് പത്രോസാണ് എന്താ വീരവാദം മുഴക്കിയത്. ഞാൻ എല്ലാരും തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല, ഞാൻ വലിയ ബലവാനാണെന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ കാര്യമൊക്കെ നമ്മൾ മത്തായിലേക്ക് തിരിയുവാണെങ്കിൽ ഇവിടെ നമ്മൾ പെട്ടെന്ന് മത്തായി 26-ന്റെ 33-ാമത്തെ പോവുകയാണെങ്കിൽ, മത്തായി 26-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ ശരിയാണ്, പത്രോസിന് 3 തവണ ഏറ്റു പറയാനായിട്ട് കർത്താവ് അവസരം നൽകുന്നു. എന്നാൽ അതിന്റെ പല പല വശങ്ങളുണ്ട്. അവിടെ പത്രോസിനോട് തന്നെ എല്ലാവരും അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം പത്രോസാണ് അത് ആ ക്ലെയിം ഒക്കെ പറഞ്ഞത്. ഇപ്പോഴും നിനക്ക് ആ ക്ലെയിം ഒക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ വീണ്ടും ഒന്ന് ചൊറിയാനല്ല, മറിച്ച് അവനൊന്ന് ആഴത്തില് അവന്റെ ആ ഒരു സമർപ്പണം കുറച്ചുകൂടെ ആഴത്തിലേക്ക് വരാനായിട്ട് അവിടെ പത്രോസ് എന്നോട് ചോദിക്കുക. നമ്മൾ മത്തായി 26-ന്റെ 33 എന്ത് പത്രോസിന്റെ വീരവാദം എന്താ? അതിന് പത്രോസ്, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വലിയ വായില് വലിയ വീരവാദം മുഴക്കിയതാ. ഞാൻ മാത്രം, ഇവരൊക്കെ ചോട്ടാസ്, ഇവരൊക്കെ പെട്ടെന്ന് ഇടറിപ്പോവും, ഞാനാരാ മോനെ, എനിക്ക് വലിയ അങ്ങോട്ടുള്ള ഭയങ്കര ഭക്തി തീക്ഷ്ണതയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കുന്ന പത്രോസിനെ നമ്മളിവിടെ മത്തായി 26-ന്റെ 33-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അപ്പം കർത്താവിന് നല്ല ഡോസ് കൊടുത്തു. ഈ രാത്രിയില് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുന്നു, ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കൂസലും ഇല്ല. നീ വലിയ കാര്യത്തെ പരീക്ഷയ്ക്ക് നീ മാത്രം തോക്കുക, ആരൊക്കെ തോറ്റാലും പരീക്ഷയ്ക്ക് ഞാൻ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞു പറയും. നീ പരീക്ഷയ്ക്ക് തോക്കാൻ പോവാന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞിട്ടും പറയുക, പിന്നെയും പറയും 35-ാമത്തെ വാക്യത്തില്, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. പത്രോസ് ആത്മാർത്ഥത എല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ പത്രോസിനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഒരു അഹംഭാവം. ഞാൻ മറ്റു ശിഷ്യന്മാരെക്കാട്ടിലൊക്കെ കർത്താവിന് എന്നെ കുറച്ച് കൂടുതൽ കാര്യമാണ്, ഞാൻ സ്പെഷ്യലാ, ഫേവറേറ്റ്, എന്റെ ഇത് ജഡരക്തങ്ങളെല്ലാം സുഖസനായ പിതാവ് എനിക്ക് വെളിപ്പാട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ കർത്താവിനോട് പറഞ്ഞ സ്വർഗരാജ്യത്തിന്റെ ചാവിയൊക്കെ എനിക്ക് പണ്ടെന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പോക്കറ്റ് തപ്പി നോക്കിയിട്ടൊന്നും ചാവിയൊന്നും കാണുന്നില്ല, പക്ഷെ കർത്താവ് അന്ന് ചാവി തന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പത്രോസ് ഇങ്ങനെ കുറച്ചൊരു അഹങ്കാരമൊക്കെ പിടിച്ചായിരുന്നു. അപ്പം ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോഴത്തേക്ക് ബാക്കി ഇതൊരു ഇൻഫെക്ഷൻ മാതിരി ഒരാളുടെ വീരവാദം മുഴകിയപ്പോഴത്തേക്കും ബാക്കിയുള്ള ശിഷ്യന്മാരും അത് കേട്ട് ബാക്കിയുള്ള ശിഷ്യന്മാരും എല്ലാവരും അതുപോലെ തന്നെ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഗെത്സമനെ തോട്ടത്തിലേക്ക് പോകുന്നത്, അവരെല്ലാം കിടന്ന് ഉറങ്ങുന്ന കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ വീരവാദം മുഴക്കിയ പത്രോസ് ഇതേ കാര്യം തന്നെ, ഇതേപോലൊരു കാര്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇതേ സാഹചര്യം യോഹന്നാൻ എഴുതി വെക്കുന്നത് എങ്ങനെ? 37-ാമത്തെ വാക്യത്തില്, ഇപ്പം മരിക്കേണ്ടി വന്നാലും മരിക്കും, പിന്നെന്താ തള്ളിക്കളയത്തില്ല, ആരുടെ പോയാലും ഞാനങ്ങ് ഉറച്ചു നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ പത്രോസ്, ഞാൻ വലിയ പാറയാ എന്നൊക്കെ പറഞ്ഞ പത്രോസ് ഇതേ യോഹന്നാൻ 13-ന്റെ 37 പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയൂ എന്ന് പറഞ്ഞു. അപ്പോഴാ കർത്താവ് അതേ പോർഷനാ കർത്താവ്, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂവിയില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ കർത്താവ് ആ ഒരു അഹങ്കാരത്തിന്റെ ഒരു സ്വരം വരുമ്പം കർത്താവ് ഒരു അടി കൊടുക്കുന്നത് പോലെ നല്ല ഡോസ് കൊടുക്കുന്നത്. നീ അവിടെ മിണ്ടാതിരിക്കും, ഈ ഇതൊക്കെ 3 പ്രാവശ്യം നീ ഇപ്പൊ തള്ളി പറയാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ. എന്നാൽ അതൊന്നും അവനപ്പം കൂസലായില്ല. പക്ഷെ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം അവന് വലിയ വ്യഥയും വലിയ കണ്ണീരും കാര്യങ്ങളും ഒക്കെ ആയി. എന്നാ വീണ്ടും കർത്താവ് ഇതെല്ലാം വീരവാദം മുഴക്കിയ പത്രോസെ, യോഹന്നാന്റെ മകനായ ശിമോനെ എന്നും ചോദിച്ചുകൊണ്ട് കർത്താവ് ഇവിടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരിക. നമ്മൾ ഇവിടെ എത്തി യോഹന്നാൻ 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില്, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ വായിക്കുന്നത്. ഇവരിൽ അധികമായിട്ടും നമുക്കത് കാണാം. ഇവയിൽ അധികമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ വലിയ മീൻകൂട്ടമുണ്ട്, വള്ളവും വലയൊക്കെ ഉണ്ട്, അവന്റെ ജീവനോപാധിയുണ്ട്, അവന്റെ പ്രൊഫഷൻ മുമ്പിൽ നിൽക്കുവാണ്, അവന്റെ കരിയർ വലിയ കർത്താവ് ഇതുപോലെ അങ്ങനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയ വലിയ
ഫിഷിംഗ് ബിസിനസ് ആയിരിക്കും അവന് തുടങ്ങാൻ പറ്റുന്നത്. അപ്പൊ ഇത്ര വലിയ പ്രൊഫഷണൽ കരിയറും ഒക്കെ മുമ്പിൽ നിൽപ്പുണ്ട്. പിന്നെന്താ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാരുണ്ട്. ഇവരിലും ഇവയെക്കാട്ടിലൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കർത്താവ് അവിടെ ഓരോ ചോദ്യത്തിനും ഉത്തരത്തിനും കർത്താവ് അവന് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വമാണ് നൽകുന്നത്. നമ്മള് ആദ്യമൊക്കെ ഞാൻ വായിക്കുമ്പോ എന്റെ ആടുകളെ മേയ്ക്കുക, പാലിക്കുക, ആടുകളെ, കുഞ്ഞാടുകളെ, ഇതെന്തുവാ എല്ലാം ഒരേ കാര്യം തന്നെ കർത്താവ് പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ അതിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നൽകുക, കൂടുതൽ ഉത്തരവാദിത്വം നൽകുക. ഇത് കർത്താവിന്റെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മള് ഏൽപ്പിച്ചു കൊടുക്കും തോറും കർത്താവ് നമുക്ക് കൂടുതൽ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ തരുക ചെയ്യുന്നത്. അതാ നമ്മളിവിടെ വായിക്കുന്നത്. എന്താ, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോ എന്റെ ആദ്യം പറയുന്നത് കുഞ്ഞാടുകളെ മേയ്ക്കുക. കുഞ്ഞാടുകളെ മേയ്ക്കുക, അല്ലെങ്കിൽ കുഞ്ഞാടുകൾക്ക് തീറ്റ കൊടുക്കുക. ടെന്റ്, ബോസ്കോ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെന്റ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ മേയ്ക്കുക എന്നുള്ളതിന് ഫീഡ് ചെയ്യുക, അതായത് ഭക്ഷണം കൊടുക്കുക. കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ വിശ്വാസികൾ, അതായത് പക്വത എത്താത്ത വിശ്വാസികൾ. ആടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പക്വതയുള്ള വിശ്വാസികള്, പക്വതയുള്ള ദൈവമക്കള്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ശൈശവ പ്രായത്തിലുള്ള വിശ്വാസികൾ. അപ്പൊ ആദ്യം കർത്താവ് പറയുന്നത് ശൈശവ പ്രായത്തിലുള്ള വിശ്വാസികൾ, അതായത് കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ട അവരുടെ ആദ്യപാഠങ്ങൾ ഒക്കെ അത് ബേസിക് ആയിട്ടുള്ള ദൈവവചനവും കാര്യങ്ങളും ഒക്കെ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ, അവർക്ക് ഗോസ്പലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കുക. അതാ കുഞ്ഞാടുകളെ ഫീഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവ് എന്താ വീണ്ടും ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എക്കോലേലിയ എന്നൊക്കെ ഞങ്ങളെ സൈക്കാട്രി പറയും. ചില ഇന്ന് തന്നെ എന്താ ഒരു വല്യമ്മച്ചിയെ കൊണ്ട്, അപ്പൊ ഈ അമ്മ എപ്പോഴും ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വീട്ടിൽ വന്ന നീ എപ്പോഴാ വന്നേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ എപ്പോഴാ വന്നേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ എപ്പോഴാ വന്നേ ഇന്ന് ചോദിക്കുന്നതാണെങ്കിൽ ഈ വയസ്സ് ചെല്ലുമ്പോൾ ചിലരാണെങ്കിലും ഒരേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് ഇതേ ഒരേ കാര്യം തന്നെ. കർത്താവ് എന്നാ കർത്താവ് ഓരോ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പം അങ്ങനെ ഒരു വ്യർത്ഥമായിട്ടുള്ള ഒരു റെപ്പറ്റീഷൻ അല്ല, മറിച്ച് കർത്താവ് അവന്റെ ആ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക്, അവന്റെ ആ ജഡമൊക്കെ ഒന്ന് ഉളച്ചു കീറി അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, അവന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് ചോദ്യശരങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ ആ രണ്ടാമത്തെ പ്രാവശ്യത്തിന്റെ ഉത്തരം എന്താ, അവനോട് പറയുന്നേ 16-ാമത്തെ വാക്യത്തില് എന്താ കർത്താവിന്റെ ഉത്തരം? എന്റെ ആടുകളെ പാലിക്കുക എന്ന് പറയുന്നത്, ഷെപ്പേർഡ് മൈ ഷീപ്പ്. പാലിക്കുക എന്ന് പറയുമ്പോൾ ഷെപ്പേർഡ് ചെയ്യുക. പൊയ്മാനോ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരുന്നത്. പൊയ്മാനോ പറഞ്ഞാൽ ഷെപ്പേർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇടയനായിട്ട് ഇങ്ങനെ പാലിക്കുന്ന കാര്യം. അതായത് വെച്ചാൽ അവിടെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാര്യം പിന്നീടാ പറയുന്നത്. ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പിന്നീടാ പറഞ്ഞു. കുഞ്ഞാടുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ആദ്യം പറഞ്ഞു. പിന്നെ അതിലും മേലെയുള്ള ഒരു ഉത്തരവാദിത്തം കുറച്ചുകൂടി പക്വതയുള്ള വിശ്വാസികളെയൊക്കെ, അവരെയൊക്കെ നിങ്ങൾ ഒരു ഷെപ്പേർഡ് ചെയ്ത് അവരുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരുടെ അവരാത്മീയമായിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നോക്കുക, ഷെപ്പേർഡ് ചെയ്യുക. ഷെപ്പേർഡ് മൈ ഷീപ്പ്, നിന്റെ ഷീപ്പ് അല്ല. ഓർക്കത്തോണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നീ എന്നെ ആരോ എനിക്കൊന്ന് DL മൂഡിയോട് ആരോ പറഞ്ഞു, നിന്റെ കോൺവേർട്സ് രണ്ടുപേരും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോയത് അങ്ങനെന്താണെന്ന് അല്ലേ, തിരിച്ചു പോയെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അപ്പൊ DL മൂഡി പറഞ്ഞ്, എന്റെ കോൺവേർട്സ് രണ്ടുപേരല്ലേ, എന്റെ കോൺവേർട്സ് ഇനി 10 പേരുണ്ടെങ്കിൽ 10 പേരും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകത്തേ ഉള്ളൂ. കർത്താവിന്റെ കോൺവേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് തിരിച്ചു പോകത്തില്ല, എന്റെ കോൺവേർട്സ് ഒക്കെ തിരിച്ചു പോകും. പറഞ്ഞാല് പണ്ടൊരു നമ്മുടെ CFC ചർച്ചില് കേരളത്തില് പണ്ടൊരു വലിയ സ്പ്ലിറ്റ് ഒക്കെ നടന്നതിന് ശേഷം 2001-ലോ 2002-ലോ ഉള്ള കോൺഫറൻസിന് സാഗ്ബേർ വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ്, എന്റെ ആടുകളെ ആർക്കും മോഷ്ടിച്ചോണ്ട് പോകാൻ ഒക്കത്തില്ല. കാരണം എന്താ, എനിക്ക് ആടുകളില്ല, ഉള്ളതിൽ കർത്താവിന്റെ ആടുകൾ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഇവിടെ പറയ, നിന്റെ ആടുകളെ പാലിക്കാനല്ല പറയുന്നത്, എന്റെ ആടുകളെ പാലിക്കാൻ. നമ്മളിപ്പം അതാ പറഞ്ഞത്, നമ്മളിപ്പോ ആ 15-ാമത്തെ വാക്യത്തിൽ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, പിന്നെ 16-ാമത്തെ വാക്യത്തിൽ എന്റെ ആടുകളെ പാലിക്കുക, പിന്നെ 17-ാമത്തെ വാക്യത്തില് എന്റെ ആടുകളെ മേയ്ക്കുക. അപ്പൊ അവിടെ കർത്താവിന്റെ കർത്താവിന്റെ കുഞ്ഞാടുകൾ എന്ന് പറയുമ്പോൾ ശൈശവപ്രായത്തിലുള്ള വിശ്വാസികൾ, അവരെ ആദ്യം ഫീഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നീട് കുറച്ചുകൂടി പക്വതയുള്ള വിശ്വാസികളെ പാലിച്ച് നടത്തുന്ന, ഷെപ്പേർഡ് ചെയ്യുന്ന ഒരു കാര്യം, അവർക്ക് വേണ്ടുന്ന അവരുടെ ആത്മീയ വെൽഫെയറും വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഷെപ്പേർഡ് ചെയ്ത് നേരായ വഴി നടത്തുന്ന. പിന്നെ
കുറച്ചുകൂടെ അവർക്കും മേൽത്തരമായ ഒരു ഭക്ഷണം. അതാ മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞപ്പോഴേ എന്റെ ആടുകളെ നീ ഫീഡ് ചെയ്യുക, മേയ്ക്കുക. ബോസ്കോ എന്നുള്ള വാക്ക് വീണ്ടും അവിടെ കർത്താവ് അതെന്ന് വെച്ചാൽ പക്വതയുള്ള വിശ്വാസികൾക്ക് ഇങ്ങനെ ആഴത്തുള്ള ക്രൂശിന്റെ ദൈവവചനമൊക്കെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം. ആദ്യം എലിമെന്ററി ആയിട്ടുള്ള ഫുഡൊക്കെ നീ ആദ്യം പല്ലില്ലാത്ത കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ ഈ പാലും ബാക്കി രാഗി പൗഡറും ബാക്കി ഇങ്ങനെ ബനാനയൊക്കെ സ്മാഷ് ചെയ്ത് കൊടുക്കുന്നവണക്ക് ആദ്യം ശൈശവപ്രായത്തിലുള്ളവർക്ക് ചെറിയ ചെറിയ ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ വലിയ വിശ്വാസികളെ നീ പാലിക്കുന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നു. പിന്നെ അവർക്കും അടുത്തുള്ള ഒരു ആത്മീയ ഭക്ഷണം കൊടുക്കത്തക്ക രീതിയിലുള്ള പക്വതയിലേക്ക് നീ വരുന്ന അങ്ങനെ ഒരു 3 ലെവലിലുള്ള ഉത്തരവാദിത്തങ്ങൾ കർത്താവ് കൊടുക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഷെപ്പേർഡ് മൈ ഷീപ്പ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ ഇവിടെ നമ്മൾ ഈ കുഞ്ഞാടുകളെ ആടുകളെ മേയ്ക്കുക എന്നുള്ള ആ ഒരു പ്രയോഗം ഇത് കേട്ട് എന്തോ ഇനിയിപ്പോ ഈ മീൻ പിടിക്കുന്ന ബിസിനസ് മാറ്റിയിട്ട് ഞാൻ ഇനിയിപ്പോ കുറച്ച് ആടുകളെ വാങ്ങിക്കണമെന്ന് പത്രോസ് തെറ്റിദ്ധരിച്ച് കാണൂ. തെറ്റിദ്ധരിച്ച് കാണത്തില്ല. എന്ന് വെച്ചാല് കർത്താവ് തന്നെ ഇത് യോഹന്നാന്റെ 10-ാം അധ്യായത്തില് ഞാനാണ് നല്ല ഇടയ എന്നുള്ള കാര്യവും നിങ്ങൾ ആടുകളാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കർത്താവ് പറയുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമത്തിലും അതുപോലുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ സമൂഹൽ പുസ്തകത്തിലേക്ക് 2 ശമൂലിലേക്ക് പോകുമ്പം ദാവീദ് പുത്രനാണല്ലോ ആര് കർത്താവിനെ ദാവീദ് പുത്രനായിട്ടാ ബർത്തലോമയൊക്കെ വിളിക്കുന്ന കാര്യം നമുക്കറിയാം. നമ്മൾ ശമൂലിന്റെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ 5-ാം അധ്യായത്തിൽ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം 2 ശമൂവേൽ 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നത്, മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായി ഇസ്രയേലിനെ നടത്തിയത് നീ ആയിരുന്നു. നീ എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്ക്കുകയും, അതായത് അവിടെ യു വിൽ ഷെപ്പേർഡ് മൈ പീപ്പിൾ ഇസ്രയേൽ, ആ ഇസ്രയേലിനെ ഇപ്പം ദൈവസഭയെ ആടുകളായിട്ട് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രയേലിനെ ആടുകളോട് ഉപമിച്ച് പറയുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതുപോലുള്ള വാക്യം വേറെ നമ്മൾ കാണും. അങ്ങനെ ഇസ്രയേലിനെ മേയ്ക്കുകയും. അപ്പം ഈ ചിലരാണെങ്കിൽ പുച്ഛത്തോടെ പറയുമോ ഇവരെയൊക്കെ എങ്ങനെ മേയിച്ച് നടത്തുന്ന ഈ പിള്ളേരെ ഒക്കെ കുറച്ചൊരു പുച്ഛഭാവത്തില് ഇവറ്റകളൊക്കെ എങ്ങനെ മേയിച്ച് നടത്താനെന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രയാസമായ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ദൈവം വളരെ വളരെ അവരാടുകളാണ്, അവരെ മേയിച്ച് നടത്തണം, ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ദാവീദിനെ രാജാവായിട്ട് അനൗൺസ് ചെയ്യുന്ന കാര്യം, അഭിഷേകം ചെയ്യുന്ന കാര്യമൊക്കെയാ നമ്മൾ അതിന്റെ അടുത്ത വാക്യത്തില് സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്ത് അവർ ദാവീദിനെ ഇസ്രായേലിനെ രാജാവായി അഭിഷേകം ചെയ്തു. ആ 3-ാമത്തെ വാക്യത്തിന് അവസാനം ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ എത്ര വയസ്സായിരുന്നു? 30 വയസ്സായിരുന്നു എന്ന് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ആടുകളോട് ഉപമിച്ച് കർത്താവ് വലിയ കുതിരയോട് ഉപമിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ മയിലിനോടോ കുയിലിനോടോ ഒന്നും ഉപമിക്കാതെ ആടുകളോട് ഉപമിക്കാൻ എന്താ കാരണം? ഈ ആടുകൾക്കുള്ള ഒരു പ്രത്യേകത അവർ പറയുന്നത് വെച്ചാല് ആടുകൾക്ക് വലിയ കാഴ്ചശക്തിയൊന്നുമില്ല, മുമ്പിലുള്ള കുറച്ചേ കാണാനൊക്കത്തുള്ളു. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിയൊന്നുമില്ല ആടിന്. ഇടയൻ ഉണ്ടെങ്കിലേ ആടിന് രക്ഷയുള്ളൂ. ആട് സ്വന്തമായിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അത് ചെന്ന് വല്ല മുൾക്കുരുക്കിലൊക്കെ വന്ന് കുരുങ്ങിപ്പോയി വല്ല ചെന്നായിക്ക് പ്രാതലോ ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് മാറും. അപ്പോ ആടുകൾക്ക് വലിയ അതുപോലെ നമ്മൾ ദൈവജനത്തെയും ദൈവം അതുപോലെ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നിയാൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും വഴിതെറ്റത്തേ ഉള്ളൂ. ഞാനാണ് നിങ്ങളുടെ ബുദ്ധി, ഞാനാണ് നിങ്ങളുടെ ജ്ഞാനവും ശക്തി എന്നൊക്കെ 1 കൊരിന്ത്യർ 1:24-ലും 30-ലും ഒക്കെ നമ്മൾ വായിക്കുന്ന പോലെ കർത്താവാണ് നമ്മുടെ ശക്തി ജ്ഞാനമായിട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഞാനാകുന്ന ഇടയൻ മുമ്പോട്ട് നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കെട്ടപ്പോകുകയാന്ന് നമ്മള് ന്യൂജൻ പിള്ളേർ പറയുന്നത് പോലെ. അപ്പൊ ഇവിടെ നമ്മള് 2 ശമൂവേൽ 5:2 ഇസ്രയേലിനെ മേയ്ക്കുന്ന കാര്യം വായിക്കുന്നുണ്ട്. നമ്മൾ എഹെസ്കേൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എസെക്കിയേൽ നമ്മൾ പറയുമല്ലോ, മലയാളത്തിൽ എഹെസ്കേലിന്റെ പ്രവചനത്തില് 34-ാം അധ്യായത്തിൽ മൊത്തവും ഈ ഒരു ഇടയന്മാരെ കുറിച്ചുള്ള ആ ഒരു ദൈവത്തിന്റെ മുന്നറിയിപ്പും ദൈവത്തിന്റെ ആ ഒരു ശാസനയൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതിന്റെ എഹെസ്കേലിന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, മനുഷ്യപുത്ര ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കുക. ഇസ്രായേലിന്റെ മേല് ദൈവം ഇടയന്മാരായിട്ട് ഉത്തരവാദിത്തം ഉള്ളവരെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നീ പ്രവചിച്ച് അവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത്
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അവര് അവര് ആരെ മേയ്ക്കുന്ന? ഇപ്പൊ ഈ എന്താണ് പറയുന്നേ, ഓരോ ഗവൺമെന്റ് വന്ന് പല കാര്യങ്ങളും ചെയ്യുമെന്നൊക്കെ പറയുന്നു. അവര് വളരെ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുമെന്ന് പറയും. അപ്പം അവര് അപ്പൊ ആൾക്കാർ പറയും ഇത് വേറെ സമ്പൽ സമൃദ്ധി അവരുടെ കുടുംബത്തിനും അവരുടെ അണികൾക്കും ഉള്ളതെന്നുള്ള കാര്യം പലരും ട്രോളായിട്ട് പറയുന്നത് പോലെ അവരെ തന്നെ അങ്ങ് മേയ്ക്കുമായിരുന്നു. അതാ ഷെപ്പേർഡ്സ് ഓഫ് ഇസ്രായേൽ ഹു ഹാവ് ബീൻ ഫീഡിങ് ദംസെൽസ്. നിങ്ങൾ ആടുകൾക്ക് ഫീഡ് കൊടുക്കേണ്ടതിന് പകരം അവർ തന്നെ എടുത്ത് കാര്യങ്ങൾ തിന്നുമായിരുന്നു. അതാ തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്കും അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്. ഷുഡ് നോട്ട് ദ ഷെപ്പേർഡ്സ് ഫീഡ് ദ ഫ്ലോക്ക് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളവിടെ 34 അധ്യായത്തിന്റെ യെഹെസ്കേൽ 34 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം നമ്മളും അപ്പൊ ഇത് എന്തിനാ നമ്മൾ കാണുന്നേ? നമ്മളെ ദൈവം അപ്പനന്മാരെന്ന നിലയിൽ മക്കളെ നമ്മൾ ആടുകളെ പോലെ പോറ്റി പുലർത്തേണ്ടതാകുന്നു. അല്ലെങ്കിൽ സഭയിലും നമുക്ക് ഇളയ സഹോദരങ്ങളെ പോറ്റി പുലർത്തേണ്ടതാകുന്നു. ഇപ്പം പണ്ട് സാഗ്ബർ ഒരു കോൺഫറൻസിന് പറഞ്ഞതുപോലെ, ഐ അപ്പോയിന്റ് ഓൾ ഓഫ് യു ആസ് എൽഡേഴ്സ് ടു ദോസ് ഹു ആർ യങ്ങർ ടു യു എന്ന് പറയുന്ന പോലെ നിങ്ങൾ എല്ലാവരും എൽഡേഴ്സ് ആണ്. ആർക്കാ? നിങ്ങളെക്കാട്ടില് ആത്മീയമായിട്ട് പക്വത കുറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ സഭയിൽ കാണും. ഇനിയിപ്പോ നമ്മളിപ്പം ജനിച്ചൊരു വിശ്വാസിയാണെങ്കിൽ പോലും കർത്താവിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെല്ലാം നമ്മളെക്കാട്ട് ആത്മീയമായിട്ട് കുറഞ്ഞവരാ. അപ്പൊ അവരെ കർത്താവിലേക്ക് നടത്തേണ്ട നമ്മളിപ്പം ഒരു പുതുവിശ്വാസിയാണെങ്കിൽ പോലും കർത്താവിനെ അറിയാത്തവരെ കർത്താവിലേക്ക് നടത്തേണ്ട ഒരു ഇടയ ശുശ്രൂഷ നമുക്കുണ്ട്. ഇനിയിപ്പോ നമ്മള് കുറച്ചുകൂടെ പക്വതയുള്ള കുറച്ചുകൂടെ പാകതയുള്ള വിശ്വാസിയാണെങ്കിൽ നമ്മളെക്കാട്ടില് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മളുടെ ചെറുപ്പക്കാരാവട്ടെ, നമ്മളുടെ യുവ സഹോദരങ്ങളാവട്ടെ, നമ്മളുടെ കൂട്ടു സഹോദരങ്ങളാവട്ടെ, അവരെയൊക്കെ കർത്താവിലെ ഇളയവരെ അതുപോലെ അവർക്ക് വേണ്ടുന്ന ഒരു ഫുഡ് കൊടുക്കാനായിട്ട് എങ്ങനെയാ ഇപ്പം കുഞ്ഞാടുകൾക്ക് ഫീഡ് കൊടുക്കാനും ആടുകൾക്ക് ഫീഡ് കൊടുക്കാനും ഒക്കെ എവിടുന്നാ ഈ ഫുഡ് വാങ്ങിക്കുന്നത്? ഏത് കടയിൽ കിട്ടും ഈ ഫീഡ്? ഈ കാലിത്തീറ്റ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ, ഏത് കടയിൽ കിട്ടും എന്ന് ചോദിച്ചാൽ എവിടെ കിട്ടും? നമ്മളത് പലപ്പോഴും നമ്മള് അത് പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബുധനാഴ്ച നമ്മളത് പറഞ്ഞെന്ന് തോന്നുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തില് കർത്താവ് ഒരു ഉപമ പറഞ്ഞു, ഈ ആടുകൾക്ക് കൊടുക്കാനുള്ള ഫീഡ് എവിടെ കിട്ടുന്നതെന്നുള്ള കാര്യം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ഫീഡ് എവിടെ കിട്ടുന്നതെന്നുള്ള ലൊക്കേഷൻ അവിടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ അനുസരിച്ച് ചെന്ന് നമുക്ക് ഫീഡ് ഒന്ന് വാങ്ങിക്കാം. പിണ്ണാക്കും കാലിത്തീറ്റയൊക്കെ എവിടെ കിട്ടും? അതാ കർത്താവ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ പറയുക. അവിടെ എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അതായത് എന്റെ അടുക്കലേക്ക് ഒരാളെ ദൈവം അയക്കുക. അയാൾക്ക് എന്ത് വേണം? ആഹാരം വേണം, ആത്മീയമായിട്ടുള്ള ആഹാരം വേണം. അവന് വിളമ്പി കൊടുക്കും. അത് ചിലപ്പോൾ നമ്മളുടെ സ്കൂളിലെ ഫ്രണ്ട്സ് ആയിരിക്കും, നമ്മളുടെ കോളേജിലെ നമ്മളുടെ കൂടെയുള്ള സഹോദരങ്ങളും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചിലെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളുടെ മക്കളായിരിക്കാം. ആത്മീയമായിട്ട് ഒരു വിശപ്പോടെ ആത്മീയമായിട്ടുള്ള ആഹാരത്തിന്റെ കുറവുള്ള ചിലരെ ദൈവം നമ്മളുടെ അടുത്തേക്ക് അയക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ല, ഇതെല്ലാം ഞാൻ കഴിച്ചൊക്കെ തീർത്തു, ഇനിയിപ്പോ നിങ്ങൾ പോയി വേണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും ചെന്ന് എന്ന് കൊട്ടിക്കുമെന്ന് പറയുവാണ്. അതാ എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പി കൊടുക്കുവാൻ എന്റെ പക്കൽ ഏതുമില്ല, എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിച്ചാൽ അതായൊക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ ചിരണ്ടി ചീഞ്ചട്ടിയൊക്കെ ചിരണ്ടി എല്ലാ പ്ലേറ്റൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കോളിംഗ് ബെല്ല് വരുന്നത്. എന്റെ പക്കല് ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ, അതായത് അതിന്റെ തൊട്ട് മുമ്പ് 5-ാമത്തെ വാക്യം കൂടെ വായിക്കണേ, സോറി. 5-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. കർത്താവ് ഒരു ഉപമ പറയുക. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ശിഷ്യന്മാര് പറയുന്ന സമയത്ത് ഇപ്പൊ കർത്താവ് പ്രാർത്ഥിച്ചതിന്റെ ശേഷമാണ് ഇത് പറയുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. നമ്മൾ എങ്ങനെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഫീഡ് കൊടുക്കണം, നമ്മൾ എങ്ങനെ ആൾക്കാർക്ക് ആത്മീയ ആഹാരം കൊടുക്കണം. നമ്മുടെ അടുക്കിലേക്ക് ദൈവം അയക്കുന്ന ആൾക്കാര്, നമ്മുടെ തന്നെ സഭയിലെ സൗകര്യങ്ങൾ നമ്മളിപ്പോ ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ആത്മീയമായിട്ട് പ്രയോജനമുള്ള ഒരു കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ലൂക്കോസ് 11-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. ഒരു സ്നേഹിതനുണ്ട്. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, അതായത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. ആ സ്നേഹിതന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്ന് പറയും, എനിക്ക് 3 അപ്പം വായ്പ തരണം, 3 അപ്പം എനിക്ക് വേണം. ആ 3 അപ്പം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു കുറച്ച് ആഴ്ചകൾ മുമ്പ്. 1 കൊരിന്ത്യർ 14-ന്റെ 3-ാമത്തെ വാക്യത്തിൽ എക്സോർട്ടേഷൻ, എഡിഫിക്കേഷൻ, കൺസലേഷൻ, പ്രവചനവരത്തിന്റെ 3 പോർഷൻസ് ആണ് അപ്പോൾ എന്നൊക്കെ നമ്മുടെ സാങ്ക്വയറിന് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചിന്തിച്ചായിരുന്നു.
എന്താ എക്സോട്ടേഷൻ, പ്രബോധനം, എഡിഫിക്കേഷൻ, ആത്മീയവർദ്ധനവ്, ആശ്വാസം. അതാ 3 അപ്പം എന്ന് പറയുന്നത്. വെച്ചാൽ മറ്റുള്ളവരെ എക്സോട്ട് ചെയ്യുന്ന, പ്രബോധിപ്പിക്കുന്ന, അവര് പാപത്തിൽ നിന്ന് വിട്ടുതിരിയുവാനും ലോകമയത്തിൽ നിന്ന് വിട്ടുതിരിയാനും ഒക്കെ ഉള്ള ഒരു അവരെ വെല്ലുവിളിക്കുന്ന വാക്കുകൾ. പിന്നെന്താ എക്സോട്ടേഷൻ, എഡിഫിക്കേഷൻ, മറ്റുള്ളവർ ആത്മീയ വർദ്ധനവിന് ഉതകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ ദുഃഖത്തിൽ അവരുടെ പ്രയാസത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താ, അപ്പം ഞാൻ ചെന്ന് എന്റെ അടുക്കല് ഞാൻ എന്റെ ഒരു സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് അത്രയാത്ര ചെന്ന് മുട്ടി വിളിക്കുക, എനിക്ക് 3 അപ്പം വേണം. എന്തുകൊണ്ടാ 3 അപ്പം വേണ്ടെന്ന് ചോദിച്ചാൽ, എന്റെ ഒരു സ്നേഹിതന്, അപ്പൊ ഞാൻ ചെന്ന് എന്റെ അയൽക്കാരനോട് ചെന്ന് മുട്ടി വിളിക്കുക അർദ്ധരാത്രിയിൽ. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയല്ല, എന്റെ ഒരു സ്നേഹിതന് വഴിയാത്രയിൽ എന്റെ അടുക്കല് വന്നു, അവന് വിളമ്പി കൊടുക്കുവാൻ എന്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞ എന്നെ പ്രയാസപ്പെടുത്തരുത്. അപ്പൊ ഈ എന്റെ അയൽക്കാരൻ പറയുക, ഞാൻ അർദ്ധരാത്രി ചെന്ന് അയൽക്കാരൻ്റെ അടുത്ത് ചെന്ന് മുട്ടുക, എന്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട്, വിശന്ന് വലഞ്ഞ് വന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, ടപ്പോ കോളിംഗ് ബെല്ല് വീണ്ടും അടിക്കുക, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, അവരെ പൈതങ്ങൾ എഴുന്നേറ്റാ പിന്നെ നല്ല ക്രാന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് എന്നെ ഇനി ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഈ വീടിനകത്തിരുന്ന ആള് ഉടയവൻ പറയുക, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും എന്റെ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കുടുക്കിയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആദ്യമൊക്കെ കുറച്ച് പിന്നെയും മുട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇത് മുട്ടിയാലേ തുറക്കത്തുള്ളൂ, തുറന്നാലേ മുട്ടൽ നിർത്തത്തുള്ളൂ എന്നുള്ളൊരു ഗതി ആകുമ്പോഴത്തേക്കും പിന്നെ ഈ ശല്യം സഹിക്കാൻ എന്തെങ്കിലും അങ്ങ് എടുത്തോണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് ആ ശല്യം സഹിக்க വയ്യാതെ ആ അയൽക്കാരൻ വന്ന് കൊടുക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അത്രയും മുട്ടുന്നേ, എനിക്ക് വേണമെങ്കിൽ ഒന്ന് മുട്ടിയിട്ട് അയ്യോ അതൊന്നും തുറന്നില്ല, നീ ഇന്ന് പട്ടിണിയാണ്, സാരമില്ല നീ ഇന്ന് പട്ടിണി കിടന്നു എന്ന് വീട്ടിലെ അതിഥിയോട് പറയത്തില്ല. എന്ന് വെച്ചാൽ അത് വന്നത് എന്റെ വലിയ സ്നേഹിതനാ, എനിക്ക് ആ സ്നേഹിതനോട് വലിയ ആത്മീയ സ്നേഹമുണ്ട്. അവന് ആത്മീയമായിട്ട് വല്ലാത്ത ഒരു ക്ഷീണിച്ചൊരവസ്ഥയിൽ അവന് യഥാർത്ഥത്തില് കർത്താവിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ കർത്താവിനെ വേണ്ടവണ്ണം അറിയാതെ അവന് ശോഷിച്ച് എല്ലും കോലമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അവന് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം, എന്റെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് എന്ന് മുട്ടുന്ന ഒരു കാര്യം. അപ്പം ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു നെയ്ബർ അങ്ങനെ ആണെങ്കിൽ ദൈവം സ്നേഹനിധിയായ പിതാവ് എത്ര അധികം ചെയ്യും എന്നുള്ള കാര്യം കർത്താവ് ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ലജ്ജ കൂടാതെ, അപ്പൊ നമ്മളും കർത്താവിന്റെ മുമ്പാകെ നമ്മളും മറ്റുള്ളവരോട് ദൈവവചനം പറയാനും, മറ്റുള്ളവരുടെ സുവിശേഷം പറയാനും, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനും, മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധനത്തിനും ഉത്സാഹത്തിനും ആശ്വാസത്തിനും, ചിലപ്പം ചില ദുഃഖത്തിലുള്ള ചില സഹോദരങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ തന്നെ കൂട്ടുകാരാ, നമ്മുടെ ബാച്ച്മേറ്റ്സും ഒക്കെ ആയിരിക്കും, അവരുടെ ജീവിതത്തിലുള്ള വലിയ ട്രോമ, അതുപോലുള്ള വലിയ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവരെയൊക്കെ ദൈവം നമ്മളുടെ വഴിത്താരയിലേക്ക് കൊണ്ടുവിടുമ്പോൾ അതിപ്പോ അവര് എന്താ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാണോ, അതോ കർത്താവ് എന്നിലൂടെ എന്തെങ്കിലും ഒരു കർത്താവ് ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം അവരോട് പറയാനോ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിലൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ മുട്ടുക, ലജ്ജ കൂടാതെ മുട്ടണം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എവിടാ, ആടുകളെയും കുഞ്ഞാടുകളെയൊക്കെ പൂറ്റി പുലർത്തുന്നതിന് വേണ്ടി ഫീഡ് എവിടുന്ന് വാങ്ങിക്കും, കാലിത്തീറ്റ, പിണ്ണാക്കും കാലിത്തീറ്റയൊക്കെ എവിടെ വന്ന് വാങ്ങിക്കും എന്നുള്ള കാര്യം ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ലജ്ജ കൂടാതെ, എന്റെ 8ാമത്തെ വാക്യം കണ്ടോ, ലജ്ജ കൂടാതെ, വിത്തൗട്ട് ഷെയിം, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് പെർസിസ്റ്റൻസ്, ഈവൻ ദോ ഹി വിൽ നോട്ട് ഗെറ്റ് അപ്പ് ഗിവ് ഹിം എനിത്തിങ് ബിക്കോസ് ഹിസ് മൈ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ അതെ, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം ബിക്കോസ് ഓഫ് ഹിസ് പെർസിസ്റ്റൻസ് എഴുന്നേറ്റ് അവൻ വേണ്ടുന്നിടത്തോളം കൊടുക്കും. എന്തെങ്കിലും 3 അപ്പം നീ ചോദിച്ചോളൂ, കഷ്ടിച്ച് 3 അപ്പം മുറിച്ച് തന്നേക്കുന്നു എന്ന് പറയത്തില്ല, വേണ്ടുന്നിടത്തോളം നീ ഈ 3 അപ്പത്തിന്റെ സമൃദ്ധി, ആത്മീയവർദ്ധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനും ഒക്കെ ഉതകുന്ന ഒരുപാട് ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ ശക്തിയും കാര്യങ്ങളും ഒക്കെ കർത്താവ് നമുക്ക് തരും. നമ്മൾ പക്ഷേ എന്ത് ചെയ്യണം? കർത്താവിനോട് മുട്ടണം. കർത്താവെ, മറ്റുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് ശക്തിയോ ജ്ഞാനമൊന്നും ഇല്ല, മറിച്ച് അവരുടെ ആവശ്യം എന്താണെന്ന് അവിടത്തേക്ക് അറിയാം. കർത്താവെ, അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്കൊരു ഉത്സാഹത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ എന്റെ നാവില് കർത്താവെ അവിടുന്ന് എനിക്ക് ശക്തി തരണം എന്ന് പറയുന്ന ആ ഒരു ലജ്ജ കൂടാതെ മറ്റുള്ളവരെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളുടെ കൂട്ടു സഹോദരങ്ങൾ അതുപോലെ സ്നേഹിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അവർക്ക് 3 നേരം ആഹാരമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുമായിരിക്കും, അവർക്ക് വേണ്ടുന്ന ഉടുപ്പും അവരുടെ സ്കൂളും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കും. പക്ഷെ അവരുടെ ആത്മീയമായിട്ട് അവരെ കർത്താവിലേക്ക് ആകർഷിക്കാൻ വേണ്ടുന്ന എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ, അവർക്ക് ഒരു വേണ്ടുന്ന തിരുത്തൽ കൊടുക്കാൻ കർത്താവെ എന്റെ കയ്യിലൊന്നുമില്ല, അങ്ങനെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് വേണ്ടി മുട്ടാറുണ്ടോ? അത് ലജ്ജ കൂടാതെ കർത്താവെങ്കിലും മുട്ടുവാണെങ്കിൽ
കർത്താവ് നമ്മളെ വീണ്ടുന്നിടത്തോളം മറ്റുള്ളവരോട് ആത്മീയമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് പ്രാർത്ഥിച്ചതിന് ശേഷം ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴാണ് കർത്താവ് ഉപമ പറയുന്നത്. അപ്പൊ പറയുക, യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുവിൻ, നിന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ചാൽ യാചിക്കുന്ന പറയുമ്പോൾ കീപ്പ് ഓൺ ആസ്കിങ്. നിങ്ങൾ ചോദിച്ചങ്ങ് മടുത്തു പോകരുത്, വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. കർത്താവെ വീണ്ടും വീണ്ടും ആത്മാവിന് നിറവ് എനിക്ക് ഇനിയും വേണം, ഇനി എനിക്ക് കർത്താവെ വചനത്തിൽ നിന്ന് വെളിപ്പാട് ഉത്സാഹമൊക്കെ വേണം, എനിക്ക് ആത്മീയമായിട്ട് എനിക്ക് ഇനിയും എന്നെ മുമ്പോട്ട് നടത്തണം. അതാ യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ യാചിക്കണം. നമ്മൾ കർത്താവിനോട് ചോദിക്കണം, അന്വേഷിക്കണം, കർത്താവിന്റെ മുഖം അന്വേഷിക്കണം, കർത്താവിന്റെ വഴികളെയും കർത്താവിന്റെ വെളിപ്പാടുകളെ അന്വേഷിക്കണം. മുട്ടുവിൻ, ചില അടഞ്ഞ വാതിലുകൾ കാണുമായിരിക്കും, എന്നാൽ അവിടെ കർത്താവ് ഇത് അവിടുത്തെ ഹിതമെങ്കിൽ കർത്താവ് ഈ വാതിൽ തുറക്കപ്പെടട്ടെ. അങ്ങനെ മുട്ടണം, നമ്മൾ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ കർത്താവ് നമ്മളുടെ ഒരു വിശ്വാസത്തിന് ശോധനയായിട്ട് ചില വാതിലുകൾ അടച്ചേക്കുമായിരിക്കും, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ. അത് ഇപ്പൊ ചിലരോട് സുവിശേഷം പറഞ്ഞിട്ടും അവര് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, പക്ഷെ നമ്മൾ കർത്താവിന്റെ മുമ്പാകെ മുട്ടിക്കൊണ്ടേ ഇരിക്കണം. എപ്പോഴാ ഒരു വാതിൽ തുറന്നു കിട്ടുന്നത്, എപ്പോഴാ അവർ ആവശ്യമായിട്ട് അവർ വരുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം അതുകൊണ്ട് മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന കുറച്ചു പേർക്ക് കിട്ടും, അല്ലേ? അങ്ങനെയാണ് ഇരിക്കുന്നത്. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ വേണ്ടുന്നവണ്ണം നമുക്ക് പലപ്പോഴും ലഭിക്കാത്തതിന്റെ കാരണം എന്താ? നമ്മൾ വേണ്ടവണ്ണം യാചിക്കാത്തതുകൊണ്ട്. അപ്പൊ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാല് അപ്പനോട് മകന് അപ്പം ചോദിക്കുക, അപ്പൻ ഒരു കല്ലെടുത്ത് കൊടുത്തിട്ട് ഇതാ നീ കഴിച്ചു എന്ന് പറയുമോ? എത്ര മദ്യപാനിയായ അപ്പനാണെങ്കിൽ പോലും, ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അങ്ങനെയെങ്കിൽ സ്വർഗ്ഗസ്നായ പിതാവ് എത്രയധികം. അല്ല, മീൻ ചോദിച്ചാലും മീനിന് പകരം പാമ്പിനെ കൊടുക്കുവോ? മീനെ ചോദിക്കുമ്പോൾ നീ പാമ്പിനെ പിടിച്ചു, മീനാന്ന് പറഞ്ഞ് നീ കഴിച്ചു എന്ന് ഒരു അപ്പനും പറയത്തില്ല. ദോഷികളായിട്ടുള്ള പിതാക്കന്മാർ അങ്ങനെ ചെയ്യത്തില്ലെങ്കിൽ എത്രയധികം സ്വർഗ്ഗസ്നായ പിതാവ് നമുക്ക് വേണ്ടുന്നതെല്ലാം തരും, പരിശുദ്ധാത്മാവിനെ തരും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അവിടെ അതിന്റെ വേറൊരു അർത്ഥതല നമ്മള് ജിയോമൊഴികളുടെ എഡിറ്റോറിയലിൽ പണ്ടിങ്ങനെ ജോജി പേർ എഴുതിയത് വേറെ എവിടെ കേട്ടതായിട്ട് തന്നെയാണ് തോന്നുന്നു. വേറെ അതിനകത്ത് എഴുതിയേക്കുന്നത്, അതായത് ചിലപ്പം ചില വെള്ളാരങ്കലൊക്കെ കാണുമ്പോൾ കൊച്ചു പിള്ളേർക്ക് എന്ത് തോന്നും? അത് അപ്പമാണെന്ന് തോന്നും. അയ്യോ ഇത് അപ്പോ ഞാൻ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞ് ഈ പിള്ളേർ കല്ലെടുത്ത് കഴിക്കാൻ നോക്കും, ചില വെളുത്ത പെബിൾ സ്റ്റോൺ ഒക്കെ കാണുമ്പോൾ. അപ്പൊ നമ്മൾ പറയും അയ്യോ ഇത് കല്ല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് അപ്പമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ കർത്താവ് എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം. കർത്താവ് പറയും ഇത് കല്ല, അത് അപ്പോ അല്ല മോനെ, ഞാൻ നിനക്ക് അപ്പോ തരേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ കല്ലിനെ തരത്തില്ല എന്ന് പറയുന്ന ഒരു കർത്താവ്. ചില പാമ്പിനെ കാണുമ്പോൾ നമുക്ക് മീനായിട്ട് തോന്നും, അപ്പൊ ഇതെനിക്ക് വേണം കഴിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് പാമ്പാ, അത് മീനല്ല എന്ന് പറയുന്ന നമ്മുടെ ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മള് കർത്താവ് ആ ഒരു രീതിയിൽ നമുക്ക് ഉത്തരം തരാത്തത് നമുക്ക് അത്യന്തികമായിട്ട് അത് പ്രയോജനമല്ല എന്നുള്ളൊരു കാര്യം കണ്ടിട്ടായിരിക്കും കർത്താവ് അത് അനുവദിക്കുന്നത്. കർത്താവ് ചില കാര്യങ്ങൾ തരാത്തത്. അല്ല, 12ാമത്തെ ഭാഗത്തിൽ മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുവോ? കൊച്ചു എനിക്ക് മുട്ട തരണം, ഓംലെറ്റ് തരണം എന്ന് പറയുമ്പോൾ തേളിനെ പിടിച്ച് ഒരു അപ്പനും അമ്മയും കൊടുക്കത്തില്ല. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഈ 3 അപ്പം ചോദിക്കുമ്പം വേണ്ടുന്നിടത്തോളം കൊടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് മറ്റുള്ളവർക്ക് ആത്മീയമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു വന്നേ. നമ്മളത് അതൊരു സഭയില് മറ്റുള്ളവർക്ക് നമ്മൾ ആത്മീയ ഭക്ഷണം കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ മത്തായി 24 അധ്യായത്തില് കർത്താവിന്റെ 2ാമത്തെ വരവ്, രാജാതിരാജൻ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർപ്പതിനായി നമ്മൾ പാടി. മത്തായി 24 അധ്യായത്തിൽ കർത്താവ് ചേർക്കുവാനായിട്ട് വരുമ്പോ പലതരത്തിലുള്ള വിശ്വാസികൾ കാണും. എന്താ 45ാമത്തെ വാക്യം മത്തായി 24 അധ്യായത്തില് കർത്താവ് 2ാമത്തെ വരവിനെ കുറിച്ച് പറയുക. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസനും ബുദ്ധിമാനുമായ ദാസൻ ആര്? അതിന്റെ തൊട്ട് മുമ്പ് കർത്താവ് 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ, മത്തായി 24ന്റെ 44ാമത്തെ ഭാഗത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അപ്പം ഒരുങ്ങിയിരിക്കുന്ന ദാസന്മാരുണ്ട്, ഒരുക്കമൊന്നും ഇല്ലാതെ അവർക്ക് ഭക്ഷണം വേണം, എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി നല്ല എച്ചിലോ ചവറോ ഒക്കെ എടുത്ത് കഴിച്ചു എന്ന് പറയുന്ന ദാസന്മാരുണ്ട്. അപ്പൊ അതാ പറയുന്നത്, നനയ്ക്കാത്ത നാഴികയിലെ കർത്താവ് വരുന്നേ. കർത്താവ് വരുമ്പോ യജമാനൻ വരുമ്പം യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന്, അതാ നമ്മൾ വായിക്കുന്നത്.
put in charge of to give them their food at the proper time. അവര് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന ആഹാരം. ചിലപ്പോൾ നല്ല വഴക്ക് പറഞ്ഞായിരിക്കും ആഹാരം കൊടുക്കുന്നത്. എന്താ മീറ്റിങ്ങിന് വരാഞ്ഞ്, എന്താ മീറ്റിങ്ങിന് പോകാതെ കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞ് നല്ല ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്, പ്രോപ്പർ ടൈം. അല്ലെങ്കിൽ യുനോ ചിലപ്പോൾ യുനോ അവര് വിഷമിച്ചിരിക്കുന്ന, ഡിസ്കറേജ്ഡ് ആയിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ഉത്സാഹത്തിന്റെ ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറയുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് ആർക്കും നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കൂടെയുള്ള ഇളയ സഹോദരങ്ങളോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതാ വീട്ടുകാർക്ക് തത്സമയത്ത് അറ്റ് ദ പ്രോപ്പർ ടൈം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാര്, അതായത് അവിടെ വായിക്കുന്നത് ഫെയ്ത്ത്ഫുൾ ആൻഡ് സെൻസിബിൾ സ്ലേവ്. ഫെയ്ത്ത്ഫുൾനെസ്, അവർ കർത്താവ് നമുക്ക് എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടോ അതിനോട് കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തോട് ഞാൻ വിശ്വസ്തനായിട്ടിരിക്കണം. ഞാൻ ഈ പറഞ്ഞു വരുന്ന പത്രോസിന് കൊടുത്ത കമ്മീഷന്റെ കാര്യം പറഞ്ഞു വരുന്നത്. എന്താ, കുഞ്ഞാടുകളെ ഫീഡ് ചെയ്യണം, ആടുകളെ പാലിക്കണം, ആടുകളെ ഫീഡ് ചെയ്യണം, ആടുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു കാര്യം. നമുക്ക് മറ്റുള്ളവരെ പാലിക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ദൈവം നമുക്ക് ഉത്തരവാദിത്വം തന്ന അപ്പനമ്മമാരെന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേലെ നമ്മൾ ആക്കി വെച്ചിരിക്കുക നമ്മളെ. പിന്നെ നമ്മളുടെ ഇളയ സഹോദരങ്ങൾക്ക് മേലെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. അപ്പം അങ്ങനെ അവരുടെ മേലെ ആക്കി വെച്ചിരിക്കുന്ന നമ്മൾ വിശ്വസ്തയോടെ ഫാദർ എന്ന നിലയിൽ, മദർ എന്നുള്ള നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുക്കുന്നു. എന്നാൽ ആത്മീയമായിട്ടുള്ള ഭക്ഷണം നമുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ? അവർക്ക് കർത്താവിനുള്ള പദ്യോപദേശത്തില് വളർത്താനുള്ള ഇൻസ്ട്രക്ഷൻ, ഞാൻ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് എനിക്ക് എഫേസർ 6-ാം അധ്യായത്തിലേക്ക് ഞാനൊന്ന് പോവുകയാണേ. എഫേസർ 6-ാം അധ്യായത്തില് അപ്പന്മാരോടാണോ അമ്മമാരോടാണോ കർത്താവ് പറയുന്നേ? പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുന്നതെന്ന് ചോദിച്ചാൽ അപ്പന്മാരോടാ. വളരെ അപ്പന്മാർക്ക് അതിന്റെ ഉത്തരവാദിത്വം, ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ആയിട്ട് ഈ പദ്യോപദേശത്തിൽ വളർത്താന്. ശരിയാണ്, അമ്മമാർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതല്ല. എന്നാൽ അപ്പന്മാര് അത് ഉത്തരവാദിത്വം ചെയ്യുന്നില്ലാത്ത അവസരങ്ങളിൽ തീർച്ചയായിട്ടും അമ്മമാരെങ്കിലും അത് ചെയ്യണം. അല്ല സൺഡേ സ്കൂൾ ടീച്ചർമാർ നോക്കിക്കോളും എന്നുള്ളതല്ല, മറിച്ച് എഫേസർ 6-ാം അധ്യായത്തില് നമ്മൾ ഈ ഫീഡ് ചെയ്യുന്ന, നമ്മുടെ കുഞ്ഞാടുകളെ ഫീഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നേ. പത്രോസിനോട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കർത്താവ് ഈ ഫീഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. എഫേസർ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അതെ, പിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ അപ്പനന്മാരെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിതാക്കന്മാരെ അവിടെ പേരൻസ് എന്നല്ല പറയുന്നേ, അപ്പനമ്മമാരെ എന്നല്ല പറയുന്നേ. ചില അപ്പന്മാരാണ് ആ ഒരു വീടിന്റെ ഉത്തരവാദിത്വത്തിൽ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ആയിട്ട്. അയ്യോ, ഞാൻ താഴ്മയോടെ ഞാൻ ഇവിടെ താണിരുന്നോളെന്ന് പറഞ്ഞ കർത്താവ് പറയും, അവിടെ നിന്ന് എഴുന്നേക്ക്, നീ യു ഹാവ് ടു ബി ദ ഹെഡ് ഓഫ് ദ ഹൗസ്, യു ഹാവ് ടു ബി ദ ലീഡർ ഓഫ് ദ ഹൗസ്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, അവരെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ, കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും ഡിസിപ്ലിൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ലോർഡ്. ബാലശിക്ഷ, അവര് പ്യൂബർട്ടി ഒക്കെ ആവുന്നിടം വരെ, അവരെ ഒരു പ്രായത്തിനിടം വരെ, 12 വയസ്സൊക്കെ ആവുന്നിടം വരെ അടി കൊടുക്കേണ്ട സമയത്ത് നല്ല അടി കൊടുത്ത് ബാലശിക്ഷയിൽ വളർത്തണം. പിന്നെ പഥ്യോപദേശത്തില് സൗണ്ട് ഡോക്ട്രിൻ, ഇൻസ്ട്രക്ഷൻ, അവർക്ക് വേണ്ടുന്ന ആ ഒരു ദൈവജനത്തിന്റെ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുക്കാനും, കർത്താവിലേക്ക് വരുന്നതിന്റെ കാര്യവും, ആ ഒരു ന്യായത്തോടെ, സത്യസന്ധതയോടെ, നീതിയോടെ, ബഹുമാനത്തോടെ മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യവും, നീതിയോടെ നടക്കേണ്ട കാര്യവും, വിശ്വസ്തതയുടെ കാര്യങ്ങളും, അങ്ങനെ പഥ്യോപദേശത്തില് ബൈബിളിലുള്ള ആ ഒരു വചനത്തിന്റെ കാര്യങ്ങളും ഒക്കെ പഥ്യോപദേശത്തിൽ അവരെ പോറ്റി വളർത്തുവിൻ എന്നുള്ളൊരു കാര്യം അവിടെ വായിക്കുന്നത്. ബട്ട് ബ്രിങ് ദം അപ്പ്, അത് ഫാദേഴ്സിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെ കൊളോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ഇവിടെ എഫേസ് ലേഖനം എഴുതാൻ പോയപ്പോൾ പൗലോസിന് പെട്ടെന്ന് ഫാദർമാരോട് പെട്ടെന്ന് ഒരു പക്ഷഭേദം തോന്നി അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. എന്നാൽ നമ്മള് കൊളോസ് ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലും മാതാപിതാക്കന്മാരെ എന്നല്ല എഴുതിയേക്കുന്നത്. എന്താ എഴുതിയേക്കുന്നേ? പിതാക്കന്മാരെ എന്നാണ് എഴുതിയേക്കുന്നത്. പിതാക്കന്മാരെ, ഫാദേഴ്സ്, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ഡു നോട്ട് എക്സാസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് കാര്യമില്ലാത്ത കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കോപിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാതെ അവരെ ഉത്സാഹിപ്പിക്കുന്ന കാര്യം അവിടെ പറഞ്ഞു. ഡു നോട്ട് എക്സാസ്പറേറ്റ് വെച്ചിട്ട് സോ ദാറ്റ് ദേ വിൽ നോട്ട് ലൂസ് ഹാർട്ട്. അവർ അധൈര്യപ്പെട്ട് പോകാതിരിക്കാനുള്ള ഞാൻ പറഞ്ഞ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മള് തത്സമയത്ത് അവർക്ക് അവര് ശരിയാണ്, അവർ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കും. പക്ഷെ അവർ ആത്മീയമായിട്ടും അവര് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നുണ്ടോ, കർത്താവിന്റെ മന്ന അവർക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലാവട്ടെ, ബാക്കിയുള്ള സമയത്ത് അവരോട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ അവർ ദൂരെ ആണെങ്കിൽ അവര് ഫോൺ വിളിക്കുന്ന സമയത്ത്
എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ബൈബിൾ വായിച്ചോ പ്രാർത്ഥിച്ചോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചോദിക്കണം. അതാ 45 ഞാൻ തിരിച്ചിഞ്ഞ് മത്തായി 24 നമുക്ക് തിരിച്ചിഞ്ഞ് മത്തായി 24 വരാം. മത്തായി 24 അങ്ങനെ ആക്കി വെച്ച് അതിന്റെ 45 വാക്യത്തിൽ വിശ്വസ്തനും ബുദ്ധിമാനുമായ ആ ഒരു വിശ്വസ്തത വേണം. പിന്നെ ദൈവികമായ ഒരു സെൻസിബിൾ, ദൈവത്തിന്റെ ആ ഒരു സെൻസസ് ഉള്ള, ആ ദൈവത്തിന്റെ ജ്ഞാനമുള്ള ഒരു ദാസിയും ആയിരിക്കണം. അമ്മ എന്ന നിലയിൽ മക്കളോട് അങ്ങനെ ഒരു ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് സെൻസിബിലിറ്റി അപ്പനെന്ന നിലയിൽ മക്കളോട്, പിന്നെ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോട്, മക്കളോട് ഒക്കെയുള്ള, നമ്മളുടെ ഇളയ സഹോദരങ്ങളോടൊക്കെയുള്ള ആ ഒരു മറ്റുള്ളവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുവാൻ കർത്താവ് എന്നിലൂടെ ആർക്കെങ്കിലും കർത്താവിന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കർത്താവ് അവൈലബിൾ ആയിരിക്കണം, എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നമ്മളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയുക 46 വാക്യത്തിൽ യജമാനൻ വരുമ്പോ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവന് ലോട്ടറി അടിച്ച് ഭാഗ്യക്കുറിയുടെ കാര്യമല്ലേ പറയുന്നത്. അവൻ ഹിസ് ബ്ലസ്സഡ്, ഹിസ് മക്കാരിയോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്ക് അതല്ല ഈ ബ്ലസ്സഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിസ് എക്സ്ട്രീംലി ഹാപ്പി, എൻവിയബിളി ഹാപ്പി. അവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സന്തോഷിക്കും, മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്കവണ്ണം അവനാ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷമുള്ളവൻ എന്നുള്ളൊരു കാര്യം പറയുക. അവൻ 47 വാക്യം, മത്തായി 24 വാക്യം, അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ നമ്മളുടെ നിത്യതയിലെ നമ്മൾ മറ്റുള്ളവർക്ക് ആത്മീയാഹാരം കൊടുക്കുന്ന ചില്ലറ കാര്യം എന്തെങ്കിലും ആണോ? അത് അതിന്റെ ആ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചാണ് നമ്മളുടെ പ്രതിഫലമൊക്കെ നിത്യതയിൽ എന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്. ഹി വിൽ പുട്ട് ഹിം ഇൻ ചാർജ് ഓഫ് ഓൾ ഹിസ് പൊസിഷൻസ്. ആ ഒരു ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യമായ സ്വർഗരാജ്യം ഇവരുടേതാണ്. അങ്ങനെയുള്ളവർക്ക് ആരാണ് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21 അതിന്റെ 7-8 വാക്യങ്ങളിൽ ആരും ഇൻഹെറിറ്റ് ചെയ്യത്തില്ല, ആരും അവകാശമാക്കത്തില്ല, ആരും അവകാശമാക്കുന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാം ഇതേ കാര്യങ്ങളാണ്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും ബാക്കിയുള്ള കൂട്ടു സഹോദരങ്ങളോടാവട്ടെ, ഇപ്പൊ ലോകത്തെ എല്ലായിടത്തും എല്ലാവരോടും ചെന്ന് നമുക്ക് സുവിശേഷം പറയാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. പക്ഷെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു ലോകത്ത് നമുക്ക് ആരൊക്കെ കോണ്ടാക്ട്സിലുണ്ട് അവരോടൊക്കെ കർത്താവിന്റെ സാക്ഷിയാകുവാൻ, കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ദൈവം അവസരം തരുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയാനും അവരുടെ മുമ്പാകെ കർത്താവിന് വേണ്ടി നിലകൊള്ളാനും, ആർക്കെങ്കിലും ഒരു ദൈവവചനം ഞാൻ പലപ്പോഴും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് തന്നെ പല വചനങ്ങളും വീഡിയോസും ഒക്കെ ഇടും. അപ്പം എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഒരുപാട് പേഷ്യന്റ് കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ അവരിത് കാണുന്നുണ്ടെന്ന് നമുക്ക് അതിനകത്ത് കാണാനൊക്കും. എത്ര പേര് കണ്ടു, വായിച്ചു, കേട്ടു നമുക്ക് അറിയത്തില്ല. പക്ഷെ ആർക്കെങ്കിലും അത് ചിലത് ലൈക്ക് ചെയ്യും, ലവ് ചെയ്യും, താങ്ക് യു പറയും, റിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. ചിലര് വിശ്വാസികളല്ലാത്തവർ പോലും വചനത്തിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന കോണ്ടാക്ട് വരാറുണ്ട്. പക്ഷെ ആർക്കാ എപ്പോഴാ എന്താ കത്തുന്നത് പറയാനൊക്കത്തില്ല. പക്ഷെ നമ്മള് ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തോ ഏതാണ്ട് ബാക്കിയുള്ള ലോകക്കാർ ചെയ്യുന്നത് പോലെയുള്ള ഏതാണ്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാതെ നമുക്ക് ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ആർക്കെങ്കിലും പ്രയോജനമുണ്ട്. നമ്മൾ വേറെ ഒന്നും ഇടരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും എന്തിനാ പറയുന്നത്, നമുക്കത് മറ്റുള്ളവർക്ക് നിത്യതയ്ക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ട് ആർക്കെങ്കിലും അത് നിത്യതയിൽ പ്രയോജനമായെന്ന് നമ്മൾ അറിയുവാണെങ്കിൽ അത്ര വലിയ സന്തോഷമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചെറിയ താലന്തുകൾ, ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവർ ഇല്ലാത്തവർ കാണും. പക്ഷെ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി കർത്താവ് തരുന്ന പ്രേരണയ്ക്ക് അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനൊക്കും. അപ്പൊ അതാ പറയുന്നത്, അവനെ സകലത്തിലും മേലെ ആക്കി വെക്കും. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കുമോ? കർത്താവിനെ പറയുന്നുണ്ട് 48 വാക്യം, മത്തായി 24:48. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനം വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. അപ്പം പത്രോസിനോട് ആഹാരമൊക്കെ തത്സമയത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പത്രോസൊക്കെ എത്ര വിശ്വസതയോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പത്രോസ് വിജയശ്രീലാളിതനായിട്ട് തലകീഴായിട്ട് ക്രൂശിക്കപ്പെട്ടാണെങ്കിലും പത്രോസ് എത്ര വലിയൊരു സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനമായിരുന്നു പത്രോസിനുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് പത്രോസിനെ മാത്രമല്ല ദൈവമക്കളെ ഓരോരുത്തരെയും പലർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചു വെക്കും. പക്ഷേ ചിലരെന്ത് ഈ ദുഷ്ടദാസനായി തീർന്ന് അവരങ്ങ് ദുഷ്ടദാസനായി, അവര് തുടക്കത്തിൽ ദുഷ്ടദാസനൊന്നും അല്ലായിരുന്നു. അപ്പം ദുഷ്ടദാസനായി
യജമാനം വരുവാൻ താമസിക്കുന്നു. കുറെ നാളായിട്ട് പുലി വരുന്നു, കർത്താവ് വരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് യേശുവേ വേഗം വരണമേ, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ ആൾക്കാർ എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആരെയും കാണുന്നുമില്ല, ചുമ്മാ ഈ ഉടായിപ്പൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുവോ ഈ അങ്ങനെ പറഞ്ഞു. ദുഷ്ടദാസനായിട്ട് യജമാനം വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞാലും പുറത്ത് പറഞ്ഞില്ല. പുറത്ത് പറഞ്ഞ ഇവൻ പിന്മാറിപ്പോയെന്ന് പറഞ്ഞ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിൽ പറഞ്ഞ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കർത്താവ് വരുന്നതൊക്കെ വെറുതെ ഇവരുടെ ഉടായ്പ എന്നൊക്കെ പറഞ്ഞ് ഹൃദയത്തിൽ പറഞ്ഞും കൊണ്ട് അവൻ എന്ത് ചെയ്തു? കൂട്ടുദാസന്മാരെ എന്ത് ചെയ്തു? അടിക്കാൻ തുടങ്ങി. വെച്ചാല് അവരെ ജഡികമായിട്ടുള്ള ദേഷ്യവും യുനോ ചിലപ്പോൾ അക്ഷരികമായിട്ട് അടിക്കുന്നവര് തന്നെ ഇന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പലയിടത്തു നിന്നൊക്കെ കേൾക്കാനിടയായിട്ടുള്ളതൊക്കെ എത്ര യുനോ യുനോ എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യം. പാസ്റ്റർ എന്നുള്ള പേരൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ അവിടെ കണ്ട് നോർത്ത് ഇന്ത്യയിലെങ്ങാണ്ട് ആരാണ്ട് ഇതുപോലെ പഞ്ചാബിലെങ്ങാണ്ട് ഇതുപോലെ മറ്റുള്ളവരെ അടിക്കുന്ന വീഡിയോ ഒക്കെ തന്നെ ഇങ്ങനെ ലോകക്കാർ കണ്ട് കർത്താവിനെ നാം ദുഷിക്കപ്പെടുവാനിടയായ കാര്യമൊക്കെ നമുക്കറിയാം. അക്ഷരമായിട്ട് അടിക്കുന്നവർ തന്നെ ഉണ്ട്. പിന്നെ ആത്മീയമായിട്ട് അടിക്കുന്ന പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന, അടിച്ചിരുത്താൻ വേണ്ടി ജഡികമായ ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു ആത്മീയ ശാസനയുടെ കാര്യമല്ല, എന്നാൽ ജഡികമായിട്ട് മറ്റുള്ളവരെ കുത്താനും ചുറ്റുകൊണ്ട് അടിക്കാനും എന്തെങ്കിലുമൊക്കെ വചനം എടുത്ത് ഇങ്ങനെ ചിലരെ അടിച്ചിരുത്താൻ വേണ്ടി ചിലയിടങ്ങളിലൊക്കെയുള്ള പ്രസംഗം അങ്ങനെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഡോക്ടറെ അവിടെ ചെല്ലുമ്പോൾ അവര് എന്നെ അടയ്ക്കാൻ വേണ്ടി ഇന്ന വചനം എടുത്ത് പ്രയോഗിക്കും, ആ വചനം എടുത്ത് പ്രയോഗിക്കും. വെച്ചാൽ അത് ഈ അടിക്കുന്നതെന്ന് പറഞ്ഞു അത് അവർ ദുഷ്ടദാസനായി യജമാനം വരാൻ താമസിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുദാസന്മാര് ഈ വചനം എടുത്തങ്ങ് അടിക്കുക. ഏത് വചനം എടുത്ത് ആരെ ഇരുത്തണം എന്നറിയാം. അപ്പം അടിക്കുവാനും പിന്നെന്താ കുടിയന്മാരോട് കൂടി തിന്നു കുടിക്കുവാനും. എനിക്ക് കണ്ണാടി വെക്കാൻ സമയമായിരുന്നു തോന്നുന്നു. പ്രസ്ബയോപ്പിയ കുടിയന്മാരോട് കൂടി തിന്നു കുടിക്കുവാനും തുടങ്ങിയാൽ വെച്ചാൽ അവര് ഡ്രങ്കാർഡ്സിനോട് കൂടി ആ ഒരു ലോകമയത്വമാകുന്ന ആ ഒരു മദ്യപാനത്തിലേക്കൊക്കെ പോയി ആ ദാസൻ അതിന്റെ 50-ാമത്തെ വാക്യം, ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും താങ്ക് യു ഫോർ മൈ സ്യൂട്ടബിൾ ഹെൽപ്പർ. അതെ, ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിൽ യജമാനം വന്ന് അവരെ ദണ്ഡിപ്പിച്ച്. അപ്പൊ കൂട്ടുദാസന്മാര് പിന്നെ അടിക്കാൻ തുടങ്ങി. ആ ദാസന് നിരൂപിക്കാത്ത നാളില് അവനെ എപ്പോഴാ കർത്താവ് വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താ കർത്താവ് വരുന്നത്. അറിയാത്ത നാഴികയിൽ യജമാനൻ വന്ന് അവന് നല്ല അടി കൊടുക്കും. ഇവൻ ഇത്ര നാളെ മറ്റുള്ളവരെ അടിച്ചുകൊണ്ടിരുന്നല്ലോ, അപ്പൊ ഇവന് നല്ല ചുറ്റടി കൊടുക്കും. അതിന്റെ അവനെ കപടഭക്തിക്കാരോട് കൂടി പങ്കു കേൾപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അത് എവിടെ ആയിരിക്കും? സ്വർഗത്തിലായിരിക്കും, നരകത്തിലായിരിക്കും. ഇവൻ വലിയ ദൈവദാസനാന്നും പറഞ്ഞിരിക്കുക. അപ്പം വലിയ ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവന് വലിയ ആത്മീയ ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം എങ്ങോട്ടായിരിക്കും പോകുന്നതെന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്. അപ്പൊ ഈ വചനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കാൽവിനിസ്റ്റ് സൗരങ്ങളുടെയൊക്കെ ബൈബിളിൽ അവര് കീറി കളഞ്ഞിട്ടുണ്ടാവും. വെച്ചാൽ കാൽവിനിസ്റ്റ് സൗരങ്ങൾ പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നൊക്കെ. എന്താ ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? വലിയ ശുശ്രൂഷയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അവസാനം മറ്റുള്ളവരെയൊക്കെ അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യുന്നോണ്ടിരുന്ന ആൾക്കാര്, കുടിച്ചു കൂത്താടി നടന്ന ആൾക്കാര് അവസാനം കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുന്നത് എവിടാന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങോട്ടായിരിക്കും അവരുടെ സ്ഥാനം എന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്. ഇപ്പൊ നമുക്ക് തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് എന്താ കണ്ടേ? നമ്മള് ആദ്യം കണ്ടത് നമ്മള് ബലത്തിൽ നമുക്കൊന്നും സ്വയമായിട്ടൊന്നും തന്നെത്താനൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് പല പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. വീണ്ടും വീണ്ടും നമ്മൾ പരാജയപ്പെടുന്ന മേഖലകളിൽ നമുക്ക് അവസരങ്ങൾ തരുന്നൊരു കർത്താവിനെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്താ കണ്ടേ? നമ്മള് മറ്റുള്ളവരെ ഫീഡ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം, പത്രോസിന്റെ അഹംഭാവത്തിന് തക്കവണ്ണം അവനോട് തന്നെ കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ അവസാനമായിട്ട് കണ്ടത് മറ്റുള്ളവരെ ഫീഡ് ചെയ്യുന്ന കുഞ്ഞാടുകൾക്ക് ആഹാരം കൊടുക്കുന്നതും ആടുകളെ പാലിച്ച് ഷെപ്പേർഡ് ചെയ്യുന്ന മേയിക്കുന്ന ഒരു കാര്യവും, പിന്നെ കുഞ്ഞാടുകൾക്ക് ആടുകൾക്ക് വേണ്ടുന്ന ആഹാരത്തെ കൊടുക്കുന്ന, നമ്മള് കുഞ്ഞാടുകൾക്ക് വേണ്ടുന്ന ആഹാരത്തെ കൊടുക്കുന്നതിൽ ഫെയ്ത്ത്ഫുൾ ആവുമ്പോൾ ആടുകളെ പാലിക്കാൻ, പിന്നെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ദൈവം നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, കൂടുതൽ വിശ്വസ്തതയും ബുദ്ധിമാനുമായ ദാസനെ എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പദ്യോപദേശത്തിൽ വളർത്തുന്നുണ്ടോ? ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും വളർത്തുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഇളയ സൗകര്യങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം എങ്ങനെയുണ്ട്? നമുക്ക് ബാക്കിയുള്ള ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് നമ്മളുടെ ബന്ധുമിത്രാദികളൊക്കെ കർത്താവിനെ അറിയാത്തവർ ഒത്തിരി പേരുണ്ട്. അവിടെയൊക്കെ കർത്താവിനെ സാക്ഷിയായിട്ട് കർത്താവിനെ ഉയർത്തുവാനുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ എത്രമാത്രം ആത്മീയ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു
ആഗ്രഹം, ഒരു ഒരു വാഞ്ച നമുക്കുണ്ട്. ലജ്ജ കൂടാതെ ചെന്ന് അയൽവക്കക്കാരനെ ശല്യപ്പെടുത്തിയ ആ സ്നേഹിതനെ പോലെ നമുക്കും അതുപോലെ കർത്താവിന് മുമ്പാകെ ലജ്ജ കൂടാതെ ചെന്ന് മറ്റുള്ളവർക്കായിട്ട് കർത്താവെ, മറ്റുള്ളവർക്ക് കൊടുക്കാനും മറ്റുള്ളവരോട് സംസാരിക്കാനും എനിക്ക് അവിടുത്തെ വചനം വേണം. ഞാൻ 2 മിനിറ്റ് ആയിരിക്കും എഴുന്നേറ്റ് എന്ന് പറയുന്നത്, പക്ഷെ ആ 2 മിനിറ്റ് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നു പറയാനല്ല, മറിച്ച് കർത്താവ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന, ആത്മീയമായിട്ട് പ്രയോജനം ഉണ്ടാവുന്ന രീതിയിൽ, അവർക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലല്ല, മറിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കർത്താവിലേക്ക് കൂടുതൽ ഉത്സാഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കർത്താവെ അവിടുത്തെ മന്ന എനിക്ക് തരണം എന്ന് പറഞ്ഞ് ആ ഒരു വിശ്വസ്തയോട് നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ചെയ്ത കർത്താവ് എത്രയധികം നമ്മളെ റിവാർഡ് ചെയ്യും എന്നുള്ള കാര്യം നമ്മളവിടെ മത്തായി 24 കണ്ടു. ചെയ്തില്ലെങ്കിൽ അതിന് പകരം അടിയിടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തുമായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭയഭക്തിയോടെ കർത്താവിന് മുമ്പാകെ നമുക്കായിരിക്കാം. ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിലാണ് കർത്താവ് ആ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മളുടെ ക്വാളിഫിക്കേഷൻസ്, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നിനക്ക് എത്ര വചന പാണ്ഡിത്യം ഉണ്ട്, നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെയുള്ള വലിയ വലിയ ക്വാളിഫിക്കേഷൻസോ ക്രൈറ്റീരിയ ഒന്നും നോക്കി, മാനദണ്ഡങ്ങളൊന്നും നോക്കിയല്ല, മറിച്ച് കർത്താവിനെ എല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ. ആദ്യ സ്നേഹം ഈ എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മൾ എഫേസസ് സഭയോടുള്ള ദൂത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടു. ആ കർത്താവിനോടുള്ള ഒരു സംസാരത്തില് കർത്താവിനെ കേൾക്കുന്ന, കർത്താവിനുള്ള ഒരു ആദ്യ സ്നേഹം, ആ ഒരു ആദ്യ സ്നേഹത്തിൽ കർത്താവിനെ കേൾക്കുന്നവരാണെങ്കിൽ, അങ്ങനെ 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 എല്ലാത്തിലും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആഹാരം കാണും, മറ്റുള്ളവരെ പാലിക്കാനുള്ള ഒരു ഭാരം നമുക്ക് കാണും, മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ആത്മീയ ഭാരം നമുക്ക് കാണും. നമ്മളുടെ കാര്യം മാത്രം എന്നുള്ളതല്ല, സഭയിലുള്ള ബാക്കിയുള്ള സഹോദരങ്ങളും അവരും കർത്താവിൽ വളരണം, ഇനിയും അനേകര് കർത്താവിലേക്ക് വരണം, കർത്താവിന്റെ സഭയിലേക്ക് വരണം എന്നൊക്കെയുള്ളൊരു ഭാരം നമുക്ക് കാണും. അപ്പൊ അങ്ങനെ കർത്താവിനെ എല്ലാത്തിലും ഉപരി സ്നേഹിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ ഒരു ബലമുള്ളത്. കർത്താവിനെ സ്നേഹിപ്പാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാൻ പരിശുദ്ധാത്മ നമ്മളെ നിറയ്ക്കട്ടെ. മറ്റുള്ളവർക്കായിട്ടുള്ള ഒരു ഭാരം, നമ്മുടെ കൂട്ടുസൗരങ്ങൾക്കായിട്ട്, നമ്മുടെ സഭ പണിയപ്പെടേണ്ടതിനായിട്ട്, സഭ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ദൈവം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു പക്വതയിലേക്ക് കർത്താവ് ഞാൻ വരണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. കർത്താവ് തന്നെ നമ്മളെ നമുക്ക് ദൈവം വേണ്ടുന്ന മന്നയും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആ ഒരു അഭിഷേകവും കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ എന്നെ സേവിക്കും. എന്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്ക് ഏകിടണമേ. കർത്താവിനെ ഇനി ഞാൻ ലോകത്തെ സ്നേഹിക്കാനായിട്ട് ഒരു കാലത്തും വിട്ടുപോകുകയില്ല എന്നാണ് നമ്മള് ആ വാക്കില്, ആ പാട്ടിൽ നമ്മൾ പാടുന്നത്. കർത്താവ് നമ്മളോട് ഇന്ന് എല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, കർത്താവെ, ഞാൻ എല്ലാത്തിലും ഉപരിയായിട്ട് അങ്ങയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെ സ്നേഹിക്കാനായിട്ട് ഞാൻ വിട്ടുപോകത്തില്ല. ഞാൻ അങ്ങയെ മാത്രം ഞാൻ സേവിക്കും, അങ്ങേക്ക് മാത്രം ഞാൻ ശുശ്രൂഷ ചെയ്യും. കർത്താവെ, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങള് അത് കർത്താവെ എത്ര ചെറുതായാലും വലുതായാലും അവിടെ വിശ്വസ്തയോടെ അവിടുത്തെ ജ്ഞാനത്തോടെ ആ കാര്യങ്ങൾ ചെയ്ത് അങ്ങ് ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. നിന്റെ ദേഹം തിരുവാലയമായിട്ട് നിന്റെ ആത്മാവിനെ എനിക്ക് ഏകിയതിനാല് 3-ാമത്തെ സ്റ്റാൻസിൽ നമ്മളതാ പറയുന്നത്, തിരുനാമത്തിൽ മഹത്വത്തിനായിട്ട് ഇനി ജീവിപ്പാൻ കൃപ നൽകണം. അവിടുന്ന് തിരുജീവനാലിനെ നിറച്ചല്ലോ. അവിടുത്തെ ആത്മാവിനാല് കർത്താവെ എന്നെ അധികമായിട്ട് നിറയ്ക്കണം. ആ പ്രവചന വരം മറ്റുള്ളവർക്ക് കർത്താവെ അവിടുത്തെ വായായിരിക്കാൻ, അവിടുന്ന് മറ്റുള്ളവരോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം കർത്താവെ, അവിടുത്തേക്ക് ഒരു സാഹചര്യത്തില് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർത്താവെ അത് പറയുവാനുള്ള ഒരു നാവായിരിക്കാൻ കർത്താവെ എന്നെ അതിനായിട്ട് സഹായിക്കണം. ക്ഷീണതിനെ ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തരണമെന്ന് നമ്മൾ യെശയ്യാ 9:4 നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യം. അതുപോലെ കർത്താവെ, നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളുടെ അപ്പനമ്മമാരോട്, നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്, അയൽവക്കക്കാരോട്, നമ്മളുടെ ജോലിക്കാരോട്, അയൽവക്കക്കാരോട്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളവരോടും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പം കർത്താവെ അങ്ങ് സംസാരിക്കുന്ന പോലെ സംസാരിപ്പാൻ എന്നെ സഹായിക്കണം. മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധന ഉതകുന്ന കാര്യങ്ങൾ സംസാരിപ്പാൻ ആകാത്തൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. മറ്റുള്ളവർക്ക് ഒരു ആത്മീയ മന്നയായി തീരുന്ന വാക്കുകൾ പറയുവാന് കർത്താവെ, അത് ആടുകൾക്കാവട്ടെ, കുഞ്ഞാടുകൾക്കാവട്ടെ, അവരെ കർത്താവെ അവർക്ക് കർത്താവിലേക്ക് അവരെ അനയിക്കുന്ന ആത്മീയവർദ്ധന ഉതകുന്ന കാര്യങ്ങൾ പറയുവാന് അതിനാല് കർത്താവെ കൃപയോടുകൂടി രുചി വരുത്തിയ വാക്കുകൾ പറയുവാന്
തക്ക സമയത്ത് അക്കോർഡിംഗ് ടു നീഡ് ഓഫ് ദ അവർ ആവശ്യത്തിനനുസരിച്ച് മറ്റുള്ളവരോട് അവിടുത്തെ വാക്കുകൾ പറയുവാൻ നമ്മളുടെ കാഷ്വലായിട്ടുള്ള സാധാരണ കോൺവെർസേഷൻ ആവട്ടെ, ബാക്കിയുള്ള നമ്മൾ ഫോർമലായിട്ട് സംസാരിക്കുന്ന സമയങ്ങളാവട്ടെ, അവിടെ എല്ലാം യേശുവെ അവിടുന്ന് സംസാരിച്ചതുപോലെ സംസാരിപ്പാൻ, അവിടുത്തെ അങ്ങേ ശുശ്രൂഷിക്കുന്ന പോലെ അവിടുന്ന് ചെയ്തതുപോലെ ചെയ്യുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഇതിനെ സഹായിക്കണേ. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങേ തന്നെ എല്ലാത്തിലും ഉപരി സ്നേഹിപ്പാനും അവിടുന്ന് കർത്താവേ ക്രിസ്തുവിന് ശരീരമാകുന്ന സഭയിൽ എനിക്ക് എന്ത് റോളാണ്, ഏതൊരു ചെറിയൊരു റോളാണ് തന്നിട്ടുള്ളത്, അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഒരു സമർപ്പണത്തോടെ നമുക്ക് പാടാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുത്തെ ഒരു സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. അന്ന് കർത്താവേ AD 30 കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം അന്ന് കർത്താവേ ആ കടൽക്കരയിൽ വെച്ച് ആ കൊച്ചു വെളുപ്പാങ്കാലത്ത് കർത്താവെ അവിടുന്ന് പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യശരം ഞങ്ങളിലേക്ക് അവിടുന്ന് കർത്താവെ ഇന്ന് കർത്താവെ ഇതുവല്ലോ കർത്താവെ ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് ഞങ്ങളെ തോളോട് തോൾ ചേർത്ത് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് ഇന്ന് ചോദിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉത്തരം അവിടത്തേക്ക് അറിയാം കർത്താവെ. യേശുവേ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഏത് നിലയിലാണ്, ഞങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉണ്ട്, എത്ര പരിതാപകരമാണ്, എത്ര ശുഷ്കമാണ്, എത്ര കുറവുള്ളതാണ് എന്ന് അങ്ങേക്ക് അറിയാം കർത്താവെ. എങ്കിലും കർത്താവെ അവിടുന്ന് എല്ലാം അറിയുന്നു. സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെടുന്നു എന്ന് തന്നെ പറയുമ്പോൾ പോലും കർത്താവെ ഞങ്ങൾക്ക് അവിടുത്തെ ഹൃദയഭാരം അനുസരിച്ച് കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് നന്ദി പറയുന്നു. അതെ കർത്താവെ, അങ്ങേ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ. ഈ സകലത്തെയും സൃഷ്ടിച്ചവൻ കർത്താവെ, അഹോരാത്രം സെറാഫുകളും കെറൂബുകളും ഒക്കെ ശുശ്രൂഷിക്കുന്നവനായ ആ വലിയ യഹോവയായ ദൈവം, വാട്ട് എ മൈറ്റി ഗോഡ് വി സെർവ് കർത്താവെ. ആ ഒരു പാപവും കണ്ടിട്ടില്ലാത്ത ആ ദൂതന്മാര് കർത്താവെ, അവര് രാപകലില്ലാതെ പരിശുദ്ധൻ 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 ആർത്തുകൊണ്ട് അങ്ങേ ശുശ്രൂഷിക്കുന്ന ആ കർത്താവിനെ അതിലും മേലായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ട് ഞങ്ങളെ വിളിച്ചതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അത് എത്ര വലിയൊരു വിളിയാണ് കർത്താവെ. ഞങ്ങൾക്കത് കർത്താവെ ദൂതന്മാര് കുനിഞ്ഞു നോക്കിയിട്ട് പോലും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല കർത്താവെ. എന്നാ കർത്താവെ ഈ ഏഴകളും പാപികളുമായിട്ടുള്ള ഞങ്ങളെ കർത്താവെ ഈ പുതിയ ഉടമ്പടിയുടെ ഭൃത്യന്മാരാകുവാന്, കർത്താവ് ശുശ്രൂഷക്കാരാകുവാന്, രാജകീയ പുരോഹിത വർഗമായിട്ട്, സ്വന്തം ജനമായിട്ട്, കർത്താവ് വിശുദ്ധ വംശമായിട്ട് അവിടുന്ന് വിളിച്ച് വേർതിരിച്ചുവല്ലോ. ഞങ്ങളെ പുരോഹിതന്മാരും ഒക്കെ ആയിട്ട് കർത്താവെ ഞങ്ങൾക്കൊരു ശുശ്രൂഷ അവിടുന്ന് കർത്താവെ അവിടുത്തെ ഭവനത്തില് കർത്താവെ തന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ ശരീരമാകുന്ന സഭയില് കർത്താവെ ഒരു ചെറിയൊരു അവയവമായിട്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ കർത്താവെ. എന്ന ആ ചെറിയ കാര്യം അത് എത്ര വലിയ മഹത്വപൂർണമായ, എത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള കാര്യമാണെന്ന് കർത്താവെ ഞങ്ങൾ ഓർപ്പിച്ചുവല്ലോ കർത്താവെ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകളുണ്ട്, ആടുകളുണ്ട്. അവയൊക്കെ കർത്താവെ അവരെയൊക്കെ ഫീഡ് ചെയ്യുവാൻ, അവർക്ക് വേണ്ടുന്ന ആത്മീയ ഭക്ഷണം കൊടുപ്പാൻ കർത്താവെ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ പ്രബോധിപ്പിക്കുവാൻ, അവർക്ക് ആത്മീയ വർദ്ധന ഉതകുന്ന കാര്യങ്ങളെ സംസാരിക്കുവാൻ കർത്താവെ, അവർക്ക് ഇടർച്ച ഉണ്ടാകാനല്ല, മറിച്ച് കർത്താവെ അവർക്ക് എല്ലാത്തിലും ഒരു മാതൃകയായിരിക്കാനൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവെ. ഞങ്ങളുടെ വാക്കുകൾ അവർക്ക് കർത്താവെ ആത്മീയവർദ്ധന ഉതകുന്നതാകട്ടെ കർത്താവെ. ഞങ്ങളുടെ വാക്കുകൾ അവർക്ക് പ്രബോധനത്തിനും ആഹ്വാനത്തിനും ഉത്സാഹത്തിനും ഒക്കെ കാരണമായി തീരട്ടെ കർത്താവെ. അവർക്കൊരു ആശ്വാസം, അവർക്കൊരു കർത്താവെ അവർക്കൊരു റിലീഫായിട്ട്, അവരുടെ ദുഃഖത്തില് പ്രയാസത്തിൽ അവരൊരു ആശ്വാസവചനമായിട്ട്, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ഒരു വാക്കുകൊണ്ട് കർത്താവെ അവർ താങ്ങുന്ന വാക്കുകൾ പറയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വീട്ടിലുള്ളവരെ തന്നെ കർത്താവെ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ സംസാരം കർത്താവെ, ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക്, ഞങ്ങളുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന് എത്രയധികം ആത്മീയവർദ്ധന ഉതകുന്നു എന്ന് കർത്താവെ ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ പരിശോധിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ വാക്കുകൾ എത്രമാത്രം ആത്മീയവർദ്ധന ഉതകുന്നു എന്ന് കർത്താവെ കാണുവാൻ കർത്താവെ, ഞങ്ങളുടെ അപ്പനമ്മമാരോട് ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ കർത്താവ്, ഞങ്ങളുടെ കർത്താവ് കൂട്ടു സഹോദരങ്ങളോട്, ചേട്ടനോട്, അനിയനോടൊക്കെ സംസാരിക്കുന്ന വാക്കുകൾ കർത്താവ്, ഞങ്ങളുടെ ബന്ധുക്കളോട് ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ കർത്താവ്, ഞങ്ങളുടെ അയൽപക്കത്തുകാരോടോ ഞങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവരോടോ കർത്താവ് അപരിചിതരോടോ ഒക്കെ ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ കർത്താവ്, ആകാത്ത വാക്കൊന്നും പുറപ്പെടാതെ ആത്മീയവർദ്ധന ഉതകുന്ന മാത്രം പറയാൻ, അക്കോർഡിംഗ് ടു ദി നീഡ് ഓഫ് ദ അവർ ദാറ്റ് ഇറ്റ് മേ ഇംപാർട്ട് ഗ്രേസ് ടു ദോസ് ഹു ഹിയർ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. കർത്താവെ ഞങ്ങളെ അനേകർക്ക് കർത്താവെ ഓരോ ദിവസവും ഞങ്ങള് സംസാരിക്കുവാന് ഞങ്ങളെ കർത്താവെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പുൾപ്പിറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ കർത്താവെ കർത്താവെ ഞങ്ങളുടെ എല്ലാ ദിവസവും എത്ര വാക്കുകൾ ഞങ്ങൾ പറയുന്നു കർത്താവ്, അങ്ങയിൽ നിന്ന് മാത്രം സംസാരിക്കുവാന് കർത്താവ് ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. കർത്താവെ അത് കർത്താവ് പ്രവചനപരമുള്ളവരായിട്ട് കർത്താവെ മറ്റുള്ളവരുടെ ആവശ്യത്തിനനുസരിച്ച് കർത്താവെ അവർക്ക് വേണ്ടുന്ന മന കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ വാക്കുകൾ
കർത്താവ് മറ്റുള്ളവരുടെ ആവശ്യത്തിനനുസരിച്ച് പാപക്ഷമയാണ് അവരുടെ ആവശ്യമെങ്കിൽ അതിലേക്ക് അവർക്കൊരു ആശ്വാസമോ അവർക്കൊരു ഉത്സാഹമോ അവർക്കൊരു കറക്ഷനോ തിരുത്തലോ കാർക്കശ്യത്തോടെ ഉള്ള ഒരു തിരുത്തലോ ഒക്കെ ആവശ്യമാണെങ്കിൽ കർത്താവ് അതൊക്കെ സംസാരിക്കാൻ തക്കവണ്ണം കർത്താവെ മറ്റുള്ളവർക്ക് കർത്താവെ അവരുടെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുന്ന വണ്ണം കർത്താവെ അവർക്ക് കർത്താവെ ആ ഒരു പ്രവചനത്തിന്റെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങള് കർത്താവെ എല്ലാ വരങ്ങൾക്കായിട്ടും വാഞ്ചിപ്പിൻ, സ്നേഹം ആചരിപ്പിൻ, എല്ലാ വരങ്ങൾക്കായിട്ടും വാഞ്ചിപ്പിൻ, പ്രത്യേകമായിട്ട് വിശേഷ പ്രവചനപരം വാഞ്ചിപ്പാന് അവിടുന്ന് പറഞ്ഞുവല്ലോ കർത്താവെ. മറ്റുള്ളവരോട് അവിടുത്തെ ഹൃദയാലോചന സംസാരിക്കുന്ന ആ പ്രവചനപരം കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരും എല്ലാ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരുമ്പോൾ പ്രവചിക്കുമെന്ന് അവിടുത്തെ വാഗ്ദത്തമാണല്ലോ കർത്താവെ. ഞങ്ങളുടെ സഭയിലെ കർത്താവ് എല്ലാവരും പ്രവചിക്കുന്നവരായിട്ട് എല്ലാവരും കർത്താവെ മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധന ഉതകുന്ന വണ്ണം കർത്താവെ സംസാരിക്കുന്നവരായിട്ട് എല്ലാവരെയും അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാരി കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ നാവെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ അങ്ങേ ധൈര്യത്തോടെ സാക്ഷിക്കുവാൻ അവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ എല്ലാവരും കർത്താവെ ഒരു സഭയായിട്ട് കർത്താവെ ഒരു ശരീരത്തിലെ വിവിധ അവയങ്ങളായിട്ട് ഒരുമിച്ച് അങ്ങിൽ വളരണം. കർത്താവെ ഞങ്ങളെ കുറിച്ച് അങ്ങ് കർത്താവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കർത്താവെ വേണ്ടുമെണ്ണം ഫീഡ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അവരെ ഡിസ്കറേജ് ചെയ്യുകയും നിരാശപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന അടിക്കുന്ന വാക്കുകൾ പറയുന്നവരായിട്ടല്ല കർത്താവെ, അങ്ങനെയുള്ള ദുഷ്ടദാസന്മാരായിട്ടാണ് ഞങ്ങൾ ആരും ആയിത്തീരരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് എത്ര വലിയ ന്യായവിധിക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ് കർത്താവെ. അവിടുത്തെ കർത്താവെ മക്കളെ കർത്താവെ അടിക്കുന്ന കാര്യങ്ങളെ കർത്താവെ, അതുപോലെ കർത്താവ് ലോകമൈത്വത്തിലേക്ക് അവരെ നയിക്കുന്ന മദ്യപാനത്തിന്റെ ആ ലോകമൈത്വമാകുന്ന മദ്യപാനത്തിലേക്ക് നയിക്കുന്ന അങ്ങനെയുള്ള ദുഷ്ടദാസന്മാരായി തീരാതെ തക്ക സമയത്ത് കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടുന്ന ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുന്നവരാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, അവിടുന്ന് ദാവീദിനെ ഇസ്രായേലിന്റെ മേലെ ഇടയനായിട്ട് അഭിഷേകം ചെയ്തതുപോലെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഞങ്ങളുടെ ഇടയ ശുശ്രൂഷ ഞങ്ങൾക്ക് ഇളയവരായിട്ടുള്ളവരുടെ മേലെ അവിടുന്ന് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ആ അഭിഷേകം ഞങ്ങൾക്ക് വേണം കർത്താവെ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. കർത്താവ് അവിടുത്തെ രക്തത്തിന്റെ വില കൊടുത്ത് വാങ്ങിച്ച സഭയെ കർത്താവെ ഷെപ്പേർഡ് ചെയ്യാനായിട്ട് കർത്താവെ അവിടുന്ന് ആക്കി വെച്ചിരിക്കുന്നു. കർത്താവെ ആ ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ വലിയൊരു ആവശ്യബോധത്തോടെ കർത്താവെ ഞങ്ങൾ എത്ര വലിയൊരു ദൈവത്തെ ശുശ്രൂഷിക്കുന്നു, എത്ര വലിയൊരു പുണ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് ഞങ്ങൾ വലിയൊരു ശുശ്രൂഷയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കർത്താവ് അറിഞ്ഞ് കർത്താവ് ഞങ്ങൾക്കുള്ള ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ, ആ വലിയ മഹാനിയോഗം കർത്താവെ പത്രോസിനെ ഏൽപ്പിച്ചതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ചെറിയ വൃത്തങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന അവിടുത്തെ കർത്താവെ അവിടുത്തെ ആ കാരുണ്യത്തിന്റെ വാക്കുകൾക്കായിട്ട് കർത്താവെ അവിടുത്തെ നിയോഗത്തിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അത് വിശ്വസ്തയോടെ ചെയ്യുവാനും അവസാനം കർത്താവെ അന്ത്യനാളില് നല്ലവനും വിശ്വസ്തനുമായ ദാസി എന്നുള്ള വിളി അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ നീ അതിലൊന്നും ചെവിക്കൊണ്ടില്ല. നീ നിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിപ്പാടി നടന്നു, നീ ഇതായി ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞ് നീ ഇപ്പോൾ വന്ന് നിൽക്കുന്നു എന്ന് കർത്താവ് സ്നേഹത്തോടെ അന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ നാവിറങ്ങി പോകുന്ന സ്ഥിതി അവരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ കൊണ്ട് അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൽപ്രവർത്തികളെ ചെയ്യുവാൻ എല്ലാവർക്കും അവിടുത്തെ സാക്ഷികളാകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ മറ്റുള്ളവർക്ക് മന്ന കൊടുക്കുന്നവരാകുവാൻ, കർത്താവെ വിളമ്പി കൊടുക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ലജ്ജ കൂടാതെ അങ്ങയെ മുട്ടുവാൻ കർത്താവെ അങ്ങയുടെ വാതിൽക്കൽ മുട്ടുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് വേണ്ടുവോളം ഞങ്ങൾക്ക് തരുവാൻ മതിയാവനാണ്. അതെ കർത്താവെ, ദോഷികളായ പിതാക്കന്മാര് നല്ല ദാനങ്ങളെ തരുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്നായ പിതാവ് എത്ര അധികം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ഈ മൂന്നപ്പം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഞങ്ങള് കഴിഞ്ഞ കാലങ്ങളിലെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ കർത്താവെ വേണ്ടവണ്ണം വിശ്വസതയോടെ നിർവഹിക്കാൻ പറ്റാത്ത കർത്താവെ സമയങ്ങളൊക്കെ ഓർത്ത് ഞങ്ങളെ അനുദപിക്കുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഫ്രഷായിട്ട് നിറച്ചാട്ടെ. അവിടുത്തോടുള്ള ആദ്യ സ്നേഹത്തിൽ അങ്ങേ ശുശ്രൂഷിക്കുവാൻ, ഞങ്ങളുടെ കൂട്ടു സൗകര്യങ്ങളെ ശുശ്രൂഷിക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. പരസ്പരം കാലുകഴുകുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചോദിക്കുന്നത് നിനക്കുന്നത് അത്യന്തപരമായിട്ട് ചെയ്യും. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി. താങ്ക് യു ലോർഡ്. അവിടുന്ന് തന്ന വചനത്തിനായിട്ട് നന്ദി, അവിടുന്ന് തന്ന ആഹ്വാനത്തിനായിട്ട് നന്ദി. ഞങ്ങളെ തന്നെ കർത്താവെ അവിടുത്തെ വചനത്തിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ അവിടുന്ന് ഈ വചനം ഞങ്ങൾക്ക് നൂറുമേനി ഫലം കായ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഭയെ പണിതാട്ട് ഇനിയും കർത്താവെ ഇടയനില്ലാതെ ആടുകളായിട്ട് അനേകർ ഞങ്ങളുടെ ചുറ്റുപാട് ഈ ദേശത്തൊക്കെ ഉണ്ട്. കർത്താവെ അവരെയൊക്കെ
കർത്താവെ തക്ക സമയത്ത് അവിടുന്ന് ആഗ്രഹിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വരണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 99 ആടുകള് അവര് ഒറ്റ ഫോൾഡായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ കർത്താവെ അവിടത്തേക്ക് കർത്താവെ കാണാതെ പോയ ആടിനെ അങ്ങോട്ട് കൊണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവെ. ഞങ്ങള് ഒരു ശരീരമായിട്ട് കർത്താവെ ആയിരിക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് തോളത്തെടുത്തുകൊണ്ട് വന്ന് സഭയോട് ചേർപ്പാനും ഒക്കെ അവിടുന്ന് മനസ്സിലെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് അത് ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങിലേക്ക് ഞങ്ങൾ നോക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അനേകരെ അങ്ങ് കർത്താവെ അവരുടെ ശുശ്രൂഷയായിട്ട് എഴുന്നേൽപ്പിച്ച് അനേകർക്ക് കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ. അവിടുന്നാണ് കർത്താവെ എല്ലാം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നു, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവയുടെ മരെ അയക്കണം, വേലക്കാരെ അയക്കണമെന്ന കർത്താവെ കൊയ്ത്തിന് നാഥനോട് പ്രാർത്ഥിക്കാൻ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകര് കർത്താവെ ഇടയില്ലാത്തവരായിട്ട് ചുറ്റുപാടും ഉണ്ട് കർത്താവെ. അവരിലേക്കൊക്കെ കർത്താവെ ഇടയ ശുശ്രൂഷയുമായിട്ട് കർത്താവെ വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ ഇത്തരണത്തിൽ ഞങ്ങളുടെ സഹായിച്ചല്ലോ.